ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് തൃക്കൊടിത്താനത്ത് എത്താൻ സാധിച്ചതിൽ. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭഗവാന്റെ ഈ സന്നിധിയിൽ ഈ മഹാവിഷ്ണു സത്ര സമയത്ത് എത്താൻ കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പന് ആദ്യം തന്നെ നന്ദി പറയുന്നു. കുറച്ച് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോവാം. ഇങ്ങനൊട്ടും ഔപചാരികതകളില്ലാതെ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് കരുതുന്നത്. കാരണം ഞാൻ ഇവിടേക്ക് രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ആദ്യത്തെ തവണ വരുമ്പോഴാണ് ഔപചാരികത ആവശ്യമുള്ളൂ എന്നാണ്. തൊട്ടു മുമ്പ് കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ കവിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു ചെറിയ പ്രഭാഷണം നടത്താനുള്ള അവസരം ഗുരുവായൂരപ്പൻ തന്നു. പ്രിയപ്പെട്ട രശ്മി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സൂചിപ്പിച്ചിരുന്നതാണ് തൃക്കൊടിത്താനത്ത് വരുന്നുണ്ട്, അപ്പോൾ എന്തായാലും വരണം എന്ന് അവർ വാക്ക് വലിച്ചവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്കുള്ളൊരു ക്ഷണം ഗുരുവായൂരപ്പനായിട്ട് കൊണ്ടുവന്നതാണെന്ന് പ്രത്യക്ഷത്തിൽ എനിക്ക് അനുഭവമുണ്ട്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഞാനിപ്പം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മൊബൈൽ നോക്കിയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്നാണ് എന്നെ വിളിച്ചത് നോക്കുമായിരുന്നു. കൃത്യമായിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന്, ഗുരുവായൂരപ്പൻ്റെ വലിയ ദീപസ്തംഭത്തിൻ്റെ മുമ്പിൽ നിന്ന്, കിഴക്കേ നടക്കിൽ നിന്നാണ് പ്രിയപ്പെട്ട ചേച്ചി എന്നെ വിളിക്കുന്നത്. ഇത് ചേച്ചി ആദ്യമായിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ പാണ്ഡവി എന്ന് പറഞ്ഞിട്ടൊരു സത്രമുണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞത് അപ്പോഴാണ്. ആ സമയത്ത് ഞാനിവിടെ വരുന്നു. അതിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടൊന്നുമില്ല. ആ സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വിളിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് പറഞ്ഞു ഭഗവാൻ വിളിക്കും, ഭഗവാൻ വിളിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് തന്നെ ഇത് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ രാധാകൃഷ്ണൻ കൂടി ആയതുകൊണ്ട് രാധാകൃഷ്ണൻ സാർ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ സാധിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ഇതിൻ്റെ നോട്ടീസ് കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം തോന്നി. കാരണം എവിടെയെങ്കിലുമൊക്കെ ഗുരുവായൂരപ്പനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ സ്റ്റേജിലുണ്ട്. പ്രിയപ്പെട്ട ഹരിതിരുമേനി, അദ്ദേഹം നമ്മുടെ യജ്ഞാചാര്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് കാരണമായതെന്ന് ഞാൻ അദ്ദേഹമായിട്ടുണ്ടായ സദസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഭാഗവതം കേട്ട് തുടങ്ങിയിട്ടുള്ളത് തിരുമേനിയുടെ ഭാഗവതമാണ്. എൻ്റെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിൽ അദ്ദേഹം വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഭാഗവത സപ്താഹമായിട്ട് നടത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും. അവിടെ ചെന്നിരുന്നിട്ടാണ് ഗുരുവായൂരപ്പനെ ഇങ്ങനെ പതിയെ പതിയെ നമ്മുടെ മനസ്സിലേക്ക് ഒരു അഷ്ടബന്ധമായിട്ട് ഇങ്ങനെ ഉറപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കൃഷ്ണാവതാര സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസവും ഗോപികമാർ പാടി നടക്കുന്നൊരു പാട്ടുണ്ട്, തിരുമേനി പാടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ, മല്ലവൈരി പേരൂരുന്ന കല്ലു വേണമോ. ആ പാട്ട് ഗംഭീരമായിട്ട് തിരുമേനി പാടുമ്പോൾ കുഞ്ഞുകുട്ടിയായിട്ട് ഞാൻ അവിടെ മുമ്പിൽ പോയിരുന്ന ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ഗോപപാരന്മാരാ മുത്തുമാലയുടെ നടുക്കായി ഗോപതിയായി വിളങ്ങും കൃഷ്ണൻ കല്ലു വേണമോ എന്നൊക്കെയാണ്. ഞാൻ എൻ്റെ പല പ്രഭാഷണങ്ങളും അവസാനിപ്പിക്കുമ്പോഴും തിരുമേനിയുടെ അവസാനത്തെ ആ ഒരു ഭാഗം, ഏവം പല രക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്ക് എന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിച്ചീടുമോ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അവസാനിപ്പിക്കാറുള്ളത്. എന്നെ എങ്ങനെ ഗുരുവായൂരപ്പൻ കൊണ്ട് നടത്തും, പലയിടത്തും പലതും അറിയിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള യജ്ഞാചാര്യൻ ഇവിടെ ഉണ്ട്. മുമ്പ് പ്രഭാഷണം നടത്തിയ ഗീതീശ്വരുണ്ട്, നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുണ്ട്. നിങ്ങളെല്ലാവരെയും മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടാമത് ഇവിടെ നോട്ടീസ് അടിച്ച സമയത്ത് ഞാൻ പൊതുവിൽ എന്നോട് പറയാറുണ്ട്, പൊതുവിൽ ഇങ്ങനെ പ്രഭാഷണത്തിന് വിളിക്കുന്ന സമയത്ത് ഈ മണ്ണാർക്കാട് എന്ന് ഒപ്പം വെക്കേണ്ടതില്ല, അതിനുള്ള മാത്രമുള്ളൊരു വളർച്ച എനിക്കായിട്ടില്ല എന്നാണ് ഞാൻ സ്വയം കരുതുന്നത്. വ്യാസൻ മണ്ണാർക്കാട് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എൻ്റെ നാട് മോശമായതുകൊണ്ടല്ല, ആ നാടിൻ്റെ കൂടെ എൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ നാടിനൊരു മോശമാവരുതേ എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ ആ നാടിൻ്റെ പേര് ഇവിടെ വെച്ചത് എന്തുകൊണ്ടും അന്വർത്ഥമാണ് എന്ന് പറയേണ്ടി വരും. തൃക്കൊടിത്താനത്ത് നിൽക്കുമ്പോൾ ഇവിടെയുള്ള പഞ്ചദേശത്തുള്ള ഭഗവാന്മാരെ വിശേഷിച്ച് തൃക്കൊടിത്താനത്തപ്പനെ നമസ്കരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ നാട്, ഞാൻ വരുന്ന മണ്ണാർക്കാട്, മഹാഭാരതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. മണ്ണും ആറും കാടും നടന്ന സ്ഥലമാണ്, അല്ലെങ്കിലുള്ള സ്ഥലമാണ് മണ്ണാർക്കാട്. അവിടെയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, സൈലന്റ് വാലി എന്ന് പറയും. ആ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നത്. ആ പുഴയിൽ കുളിച്ചിട്ടാണ് ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള തിരുമാന്താംകുന്നിൽ അമ്മയെ തൊഴാൻ ഞങ്ങൾ പോകാറുള്ളത്. ആ പുഴയുടെ പേര് കുന്തിപ്പുഴ എന്നാണ്.
ഇവിടെ നേരത്തെ ഇത് ടീച്ചർ സംസാരിച്ച് നിർത്തിയത് കുന്തിയെക്കുറിച്ചായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പറയായിരുന്നു, ടീച്ചർ കുന്തിയെക്കുറിച്ച് പറഞ്ഞ് നിർത്തി, നന്നായി, എനിക്ക് കുന്തിയെ പിടിച്ചിനി തുടങ്ങാലോ. കുന്തിപ്പുഴയാണ് ഞങ്ങളുടെ നാടിൻ്റെ ജീവനാഡി. ആ മഹാത്മാവിൻ്റെ പേരുള്ളൊരു പുഴ. ഇവിടെ നമ്മൾ ഓരോ പാണ്ഡവന്മാരും പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം പറയുന്ന പോലെ ഞങ്ങൾക്ക് അവിടെ പല സ്ഥലനാമങ്ങളുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവര് വനവാസകാലം അനുഷ്ഠിച്ചിരുന്നത് ആ ഭാഗത്താണെന്നൊരു ഭഗഭേദം പറയും. അപ്പം അവർ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് അത് കഴുകാനായി പുഴയിൽ കമിഴ്ത്തി വെച്ചു അത്രേ. ഈ പാത്രം ഭക്ഷണം കഴിച്ചിട്ട് കമിഴ്ത്തി വെച്ചു. ആ കമിഴ്ത്തി വെച്ച സ്ഥലത്ത് നിന്നാണ് കുന്തിപ്പുഴ ഉത്ഭവിച്ചത് എന്നാണ് പറയുക. ആ സ്ഥലത്തിന് എപ്പോഴും വിളിക്കുക പാത്രക്കടവ് എന്നാണ്. അമ്മ പാത്രം കഴുകി കമിഴ്ത്തിയ സ്ഥലം പാത്രക്കടവ്. അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഇപ്പോഴും പോയി നിങ്ങൾ അവിടുത്തെ പാറകളിൽ ചെവിയോർത്ത് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പോഴുള്ള ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം ഇപ്പോഴും കേൾക്കാൻ പറ്റുത്ര. കമിഴ്ത്തി വെച്ച ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴ്ത്തുക. അപ്പം എന്ത് ശബ്ദമാണോ കേൾക്കുക, ആ ശബ്ദം ഇപ്പോഴും അവിടുത്തെ പാറകളിൽ കേൾക്കാം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ മണ്ണാർക്കാട് ഒരു കുന്തിപ്പുഴയുണ്ട്, ഒരു പാത്രക്കടവുണ്ട്. ഇവിടെ ഉള്ളതുപോലെ തന്നെ ഭീമസേനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു നാട്, ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഭീമനാട് എന്നാണ് ആ സ്ഥലത്തിന് പേര്. അരക്കില്ലം മഹാഭാരതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. ഇന്നും അരക്ക് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അങ്ങനെ എൻ്റെ നാടിന് ചുറ്റുവട്ടം മുഴുവൻ മഹാഭാരതമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ പല പല അടയാളങ്ങൾ ഉള്ള ഒരു ദിക്കിൽ നിന്ന് ഞാൻ വരുമ്പോൾ ആ നാടിൻ്റെ പേര് തൃക്കൊടിത്താനത്തിൻ്റെ അപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ നോട്ടീസിൽ വന്നു പോയി എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെയുള്ള ആ നാട്ടിൽ ഈ മഹാഭാരതം ഇങ്ങനെ ചുറ്റും കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വേണ്ടത്ര ഒരു പ്രാധാന്യം മഹാഭാരതത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊന്ന് സ്വയം ആലോചിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ദാ വരാൻ പോകുന്നു കർക്കിടക മാസം. നമുക്ക് രാമായണത്തിനായിട്ടൊരു പ്രത്യേക മാസമുണ്ട്. അത് രാമായണ പാരായണത്തിനും രാമായണ മാസ പ്രഭാഷണങ്ങളൊക്കെ നിരവധിയായിട്ടുണ്ടാവുന്ന സമയമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം വൈശാഖം അല്ലേ. ഇവിടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ മഹാഭാരതവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാഗവത സപ്താഹങ്ങളാണ്. അറിയാം, ഭാഗവതത്തിനാണ് വൈശാഖത്തിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. മറ്റു പുരാണങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. പറയുമ്പോൾ ഇപ്പോൾ വിഷ്ണു പുരാണമാണെങ്കിലും മറ്റനേകം പുരാണങ്ങളാണെങ്കിലും അതൊക്കെ തന്നെ വൈഷ്ണവ സംബന്ധമായിട്ടുള്ള പുരാണങ്ങൾ തന്നെയാണ്. പക്ഷെ വൈശാഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗവത സപ്താഹം കേൾക്കാനുള്ള സമയമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പൈതൃകത്തിൽപ്പെട്ട, ഇപ്പോഴും നമ്മുടെ തലസ്ഥാനത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന് വിളിക്കുന്ന നമ്മൾ എത്രത്തോളം പ്രാധാന്യം മഹാഭാരതത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്വയം വിമർശനം പ്രത്യേകിച്ച് മലയാളികൾ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ ഇത്രത്തോളം പ്രാധാന്യം കുറച്ച് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെയൊക്കെ പല ആഘോഷങ്ങളും മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് മഹാഭാരതം അത്രത്തോളം നമ്മുടെ ഈ ഒരു കേരളീയ പൈതൃകത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ആ മഹാഭാരതത്തെക്കുറിച്ചുള്ളൊരു ചർച്ച ഇവിടെ ഭക്തി, മഹാഭാരതത്തിലെ ഭക്തിയുടെ ജ്ഞാനാമൃതം എന്ന വിഷയത്തിന്മേലാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സാറ്, ഭക്തി ആത്യന്തികമായിട്ട് ജ്ഞാനം ഉണ്ടാക്കുന്നു എന്ന്. അപ്പം ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ഭക്തിയുടെ ജ്ഞാനം എത്രത്തോളം നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാൻ, നമുക്ക് എന്ന വാക്കാണ് ഞാൻ ഉപദേശിക്കുന്നത്, ഒരിക്കലും നിങ്ങൾക്കുണ്ടോ നോക്കാനല്ല. എൻ്റെ അറിവ് പ്രദർശിപ്പിക്കാനുള്ളൊരു സ്ഥലമല്ല ഇവിടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എന്താണോ പറയുന്നത് അത് പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളെത്ര പോലും അറിവില്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൃക്കൊടിത്താനത്ത് ബലരാമ ചാർത്താണ് അല്ലേ. ഇന്ന് ബലരാമ അവതാരമാണ് ചാർത്തുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോഴും ഭഗവാന്റെ ഒരു നീല തലപ്പാവ് കണ്ടപ്പോൾ എനിക്ക് ഭഗവാന്റെ ഏട്ടനെയാണ് ഓർമ്മ വന്നത്. അത് സന്ദർഭവശാൽ അങ്ങനെ ചാർത്തിയതാണെന്ന് എനിക്കറിയില്ല. ഒരു നീല തലപ്പാവൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഏട്ടൻ, രാമേട്ടനായിട്ട് നിൽക്കുന്ന ഒരു രൂപം ഉച്ചപൂജ അലങ്കാരമൊക്കെ പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ഏട്ടൻ്റെ രൂപത്തിലാണെന്ന് പറയും. അങ്ങനെ തോന്നി. അപ്പൊ ഭക്തി ജ്ഞാനമാകുന്നത് എങ്ങനെയാണെന്ന് ബലരാമാവതാരം കൊണ്ട് മാത്രം തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം വൈശാഖം.
ഈ വൈശാഖ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള സമയം. ഏറ്റവും അധികം നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട അവസരങ്ങൾ വരുന്നതും ഈ ഒരു സമയത്താണ്, വൈശാഖത്തിലാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് ഈ സമയത്ത് പ്രാധാന്യം കൊടുക്കും ആചാര്യന്മാർ. ഒന്ന്, സ്നാനം, രാവിലെ എഴുന്നേറ്റുള്ള കുളി. എല്ലാ ദിവ്യ നദികളുടെയും സാന്നിധ്യം ഈ സമയത്ത് നമ്മുടെ ജലാശയങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് അധികാലത്ത് എഴുന്നേറ്റ് കുളിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിലും കുളിക്കണം, ഈ സമയത്ത് വിശേഷമായിട്ട് കുളിക്കുക. 2, പുരാണ ശ്രവണവും നാമസങ്കീർത്തനവും. ഈ സമയത്ത് പുരാണങ്ങൾ കേൾക്കുന്നത്, നാമസങ്കീർത്തനം ചെയ്യുന്നത് മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിശേഷമാണ് എന്ന് പറയപ്പെടുന്നു. 3, ദാനം. മനസ്സറിഞ്ഞ് ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. സ്നാനം, പുരാണശ്രവണം, ദാനം. ഇത് 3ഉമാണ് വൈശാഖത്തിന്റെ യഥാർത്ഥത്തിലുള്ള മഹാത്മ്യമായിട്ട് പറയാറുള്ളത്. ഈ വൈശാഖ മാസത്തിലാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടൻ, ഭഗവാനെ ഉണ്ണിയായിരിക്കുന്ന സമയം തൊട്ട് ഏതാണ്ട് കംസവധം സമയം വരെ, ഒരു 10 വയസ്സ് വരെ ചുമലിലേറ്റ് നടന്ന് ഉണ്ണിക്ക് കാര്യം അടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി ഏട്ടനുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വന്തം ജീവനോളം സ്നേഹിച്ച ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ സംഘർഷമൂർത്തിയായിട്ടുള്ള ഭഗവാൻ സാക്ഷാൽ ശ്രീ ബലരാമസ്വാമി. ആ ഭഗവാന്റെ അവതാരം ഉണ്ടായ ദിവസം എന്നായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പ്രഭാഷണം നടത്തുന്ന വിചാരിച്ചു. വൈശാഖ മാസത്തില് 3ാമത്തെ തിഥി അല്ലെ, അതിനെ നമ്മൾ തൃതീയ എന്ന് വിളിക്കുന്നു. വിശേഷപ്പെട്ട തൃതീയ ആയതുകൊണ്ട് തന്നെ അതിനെ അക്ഷയ തൃതീയ എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ തൃതീയ എന്തിനുള്ള ദിവസമാണ്? ഇതിപ്പോ എന്താ വെച്ചാൽ പല ആൾക്കാരും ചോദിച്ചിട്ട് ഇത് പറഞ്ഞാൽ തെറ്റാന്ന് അറിയുകയും ചെയ്യാൻ ചിരിക്കാതെ പറ്റൂല, ആ അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം അല്ലേ? സ്വർണം വാങ്ങാനുള്ള ദിവസമാണ്. ആയിക്കോട്ടെ, ഞാൻ അതിനെ എതിര് പറയുന്നില്ല. ഞാൻ അതിനെ സംസാരിച്ചപ്പോൾ എന്നെ പല പ്രമുഖ ജ്വല്ലലുകാരും വിളിച്ച് ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു. ഭഗവാന്റെ ബലരാമാവതാരം ഉണ്ടായ ദിവസമാണ് അക്ഷയ തൃതീയ. കഴിഞ്ഞില്ല, നമ്മളൊക്കെ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണ്, കേരളം, നമ്പർ 1 കേരളം. ഈ കേരളം നമുക്ക് വീണ്ടെടുത്ത് തന്ന ഭഗവാന്റെ അവതാരം സാക്ഷാൽ പരശുരാമസ്വാമി, നമ്മുടെയൊക്കെ പിതാമഹൻ അല്ലെ? ആ ഭഗവാന്റെ അവതാരം ഉണ്ടായ ദിവസവും അക്ഷയ തൃതീയ. കഴിഞ്ഞില്ല, ഞാൻ 2 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ലിസ്റ്റ് വരുന്നുണ്ട്. 3, നമ്മുടെ ഈ സന്ദർഭമായിട്ട് നോക്കൂ, ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള സമയത്താണ് യജ്ഞം നടക്കുന്നത്. 3, സാക്ഷാൽ വ്യാസൻ മഹാഗണപതിയുടെ സഹായത്തോടു കൂടി മഹാഭാരത രചന തുടങ്ങിയത് ഒരു അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയപ്പെടുന്നു. മഹാഭാരതം ഉണ്ടായ ദിവസം എന്ന് വെച്ചാൽ അതിന്റെ രചന തുടങ്ങിയ ദിവസം അക്ഷയ തൃതീയ. 4, ഭഗീരഥന്റെ പ്രാർത്ഥന കൊണ്ട് സാക്ഷാൽ ഗംഗാമാതാവ് ഭൂമിയിലേക്ക് അവതരിച്ച ദിവസം, ഗംഗാവതരണം ഉണ്ടായ ദിവസം, അതും അക്ഷയ തൃതീയ. നമ്മൾ പറയാൻ പോകുന്നു ദ്രൗപദിയെ കുറിച്ച്, പാഞ്ചാലിയെ കുറിച്ച്. പാഞ്ചാലിക്ക് വിശേഷപ്പെട്ട ഒരു പാത്രം കിട്ടിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അക്ഷയ പാത്രം അല്ലെ? ഈ അക്ഷയ പാത്രം പാഞ്ചാലിക്ക് കിട്ടിയ ദിവസവും ഏത് ദിവസം? അക്ഷയ തൃതീയ. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ലിസ്റ്റ് ഉണ്ട്. ഇതിൽ എവിടെ എന്തില്ല? സ്വർണം വാങ്ങാനുള്ളൊരു ദിവസം എന്നുള്ളൊരു ദിവസം, ഒരു പോയിന്റ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നല്ലത്. ഞാനൊരു സദസ്സിൽ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ സമയത്തൊന്നും ആരും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ എന്നോടൊരാള് പുറത്തിറങ്ങിയ സമയത്ത് വ്യാസനോട് വരൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഒരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഇല്ലത്ത് ഭിക്ഷയ്ക്ക് പോയി. ആ ഭിക്ഷയ്ക്ക് പോയ സമയത്ത് ആ ഇല്ലത്ത് വലിയ ദാരിദ്ര്യമായതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ പാവപ്പെട്ട അന്തർജനം ഭരണിയിൽ തപ്പി നോക്കിയപ്പോൾ 2 നെല്ലിക്ക കിട്ടി. ആ നെല്ലിക്ക സ്വാമിയുടെ ഭാണ്ഡത്തിൽ ഇട്ട് കൊടുത്ത് പറഞ്ഞു, സ്വാമി ഇത് മാത്രമേ തരാനുള്ളൂ, വേറെ ഒന്നും തരാനില്ല. സ്വാമി അവരുടെ ഭക്തിയിൽ സംപ്രീതനായി അവിടെ വെച്ച് കനകധാരാ സ്തോത്രം എഴുതി. ആ സമയത്ത് സ്വർണത്തിന്റെ നെല്ലിക്ക അവിടെ വീണു. അതുകൊണ്ട് സ്വർണത്തുമായിട്ട് ബന്ധമുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ സ്വർണ്ണമായിട്ട് ബന്ധമല്ലേ? സ്വർണ്ണമായിട്ട് എങ്ങനെ ബന്ധമില്ല എന്ന് പറയാൻ പറ്റും? നോക്കൂ, ഇവിടെ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റാണ്, ഭക്തി എന്ന് പറയുന്നത് എന്താവണം? ജ്ഞാനം ആവണം. നമ്മൾ ഭാഗവത സപ്താഹം കേട്ടോണ്ടിരിക്കണ്ടല്ലോ അല്ലെ? എല്ലാ വർഷവും കേൾക്കും. ഹിരണ്യാക്ഷനെ കുറിച്ച് കേൾക്കും, ഹിരണ്യകശിപുവിനെ കുറിച്ച് കേൾക്കും. അവിടെ നരസിംഹമൂർത്തി ഇരിക്കുന്ന മണ്ണാണ്. നമ്മൾ എന്തിനാ എല്ലാ വർഷവും ഇതിങ്ങനെ കേൾക്കണേ?
ഒരേ ഹിരണ്യകശിപുവിനെ, ഒരേ ഹിരണ്യാക്ഷനെ തന്നെയല്ലേ ഭഗവാൻ വധിക്കുന്നത്? ഭഗവാന്റെ സ്വന്തം പാർഷദന്മാരാണ് ശാപം കിട്ടി ഭൂമിയിൽ വന്ന് ജനിച്ചു അസുരന്മാരായിട്ട്. ഒരാളുടെ പേര് ഹിരണ്യാക്ഷൻ, ഒരാളുടെ പേര് ഹിരണ്യകശിപു. രണ്ടുപേരെയും ഭഗവാൻ വധിച്ചു. ഒരാളെ ഭഗവാൻ ഒരു പന്നിയുടെ രൂപം എടുത്ത് ഒരു ഒറ്റ അടി കൊടുത്തു, അതോടുകൂടി തീർന്നു ഹിരണ്യാക്ഷൻ. മറ്റേ ആളെ വധിക്കാൻ ഭഗവാൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മേക്ക് ഓവർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു ഒന്ന് രൂപം. നരസിംഹാവതാരം എടുത്ത് ഹിരണ്യകശിപുവിനെ ഭഗവാൻ മെയ് 11 നരസിംഹാവതാരം. ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ പൊതുവായിട്ടുള്ളൊരു ഘടകമുണ്ട്. ഈ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഏത് വാക്ക്? ഹിരണ്യം എന്നാണ് ആ വാക്കിന്റെ പേര്, അല്ലെ? ഹിരണ്യം എന്ന വാക്കിനർത്ഥം സ്വർണം എന്നാണ്. ഭഗവാൻ വരുന്നുണ്ട്, നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. നാരായണ. അപ്പൊ ഹിരണ്യകശിപുവിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഹിരണ്യാക്ഷനെ എടുക്കുകയാണെങ്കിലും പേരിൽ പൊതുവായിട്ടുള്ള വാക്കാണ് ഹിരണ്യം. ഹിരണ്യം എന്ന വാക്കിനർത്ഥം സ്വർണം, അറിയാം. അപ്പൊ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർണത്തിൽ കണ്ണുള്ളവനാരോ അവനാണ് ഹിരണ്യാക്ഷൻ. അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങാനുള്ളതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആരായി മാറി? സ്വർണത്തിൽ കണ്ണുള്ളവനാണ് ഹിരണ്യാക്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അകത്ത് ആരുണ്ട്? ഹിരണ്യാക്ഷൻ ഉണ്ട്. നാരായണനാമം കേൾക്കുമ്പോൾ ചില അസ്കിത തോന്നുന്ന ആൾക്കാർ, സത്സംഗം നടക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർ, ഭാര്യ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ അമ്പലത്തിൽ പോകണമെന്ന് പറയുന്ന ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഭർത്താവ് അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ അവിടെ പോകണമെന്ന് ചോദിക്കുന്ന ഭാര്യമാര്, ഇവരുടെയൊക്കെ ഉള്ളിൽ ആരുണ്ട്? ഹിരണ്യകശിപു ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും ഭാഗവതം കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ പണ്ട് എപ്പോഴോ ഒരു യുഗത്തിൽ ഭഗവാൻ 2 അവതാരം എടുത്ത് വധിച്ച ആൾക്കാരല്ലേ എന്ന് കരുതാതെ ഇന്നും നമ്മുടെ മനസ്സിനകത്തുള്ള ഹിരണ്യാക്ഷനെ, നമ്മുടെ മനസ്സിനകത്തുള്ള ഹിരണ്യകശിപുവിനെ ഭഗവാൻ നേരിടുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഭക്തി എന്തായിട്ട് മാറുള്ളൂ? ജ്ഞാനം ആയി മാറുള്ളൂ. ആ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഥ കേട്ട് പോവാന്നുള്ളത് നമ്മുടെ പാരമ്പര്യത്തിലേ ഇല്ല. ടീച്ചർ നേരത്തെ ഗംഭീരമായിട്ട് സൂചിപ്പിച്ചു അതിനെക്കുറിച്ച്. ഭാഗവതം തന്നെ പറയുന്നു പരമഹംസന്മാർക്കുള്ളതാണ് ഭാഗവതം. പാലും വെള്ളവും ചേർന്ന മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള ഹംസമാണ് ഭാഗവതം കേൾക്കേണ്ടത്. ആ ഹംസത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാർ. എന്ത് കേട്ടാലും അപ്പാടെ വിഴുങ്ങുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല നമ്മുടെ ഒരു കൃതിയും. അങ്ങനെ കേട്ടതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്തിന് ഭഗവാൻ കർണനെ ചതിച്ചു കൊന്നു? മഹാഭാരതത്തിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ. എന്തിന് ഭീഷ്മരെ ഈ ശിഖണ്ഡിയെ മുൻനിർത്തി കൊന്നു? എന്തിന് ദ്രോണരെ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു കൊന്നു? ഈ ചോദ്യങ്ങൾ വരുന്ന എപ്പോഴാ? പാലും വെള്ളവും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ്. പാല് മാത്രം വേർതിരിച്ച് എപ്പോൾ കഴിക്കാൻ നമുക്ക് സാധിക്കുന്നോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതിനാണ് ഭക്തി ജ്ഞാനമായി മാറണം എന്ന് സൂചിപ്പിച്ചത്. അതിന് പറ്റിയ ഗ്രന്ഥമാണ് മഹാഭാരതം. അതുണ്ടാക്കി തരാൻ ഞാനും സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ ഭക്തി മഹാഭാരതത്തിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പുരാണങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയ വ്യാസമഹർഷിക്ക് ഒരു ആത്മസംതൃപ്തി വന്നില്ല എന്നാണ്. അദ്ദേഹം വിഷമിച്ചിരിക്കുന്നു പല സമയത്തും. ഭഗവാൻ തന്നെ ഗീതയിൽ 10ാമത്തെ അധ്യായം വിഭൂതി യോഗത്തിൽ പറയുന്നു, മുനീനാം അപ്യ വ്യാസ. മുനിമാരിൽ ഞാൻ വ്യാസൻ തന്നെയാവുന്നു. നിങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമഃ, അല്ലേ? നാരായണ. അങ്ങനെയുള്ള വ്യാസമഹർഷിക്ക് എല്ലാം എഴുതി കഴിഞ്ഞിട്ടും ഒരു ആത്മസംതൃപ്തി ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഇപ്പൊ എഴുതിയത് മുഴുവൻ ബുദ്ധിക്ക് വേണ്ടിയുള്ളതായിരുന്നു, ഭക്തിക്ക് വേണ്ടിയൊരു ഒരു രചന നടത്തൂ. അങ്ങനെയാണ് ഭാഗവതം ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അപ്പം മഹാഭാരതത്തിൽ ഭക്തി ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ വ്യാസൻ വീണ്ടും ഭാഗവതം എഴുതിയത് എന്നുള്ള ചോദ്യം അത്ര കണ്ടങ്ങോട്ട് ശരിയാണെന്ന് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയില്ല. കാരണം 2 ഗ്രന്ഥങ്ങളെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ്.
മഹാഭാരതം വായിക്കുമ്പോൾ എപ്പോഴും ഭാഗവതം ഒരു കയ്യിൽ പിടിക്കുന്നത് വളരെ നല്ലതാണ്. ആരാണ് കൃഷ്ണൻ എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവാൻ ഭാഗവതത്തിന്റെ കൂടെ സഹായം നമുക്ക് കൂടിയേ തീരൂ. പലപ്പോഴും മഹാഭാരതം വായിക്കുമ്പോൾ ഭഗവാനെ ഒരു മനുഷ്യനായിട്ട് കാണാനാണ് നമുക്ക് തോന്നുക. ഒരു മനുഷ്യനായിട്ട്, സാധാരണ നമ്മളെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, നിങ്ങളുടെ അത്രയും അറിവ് എനിക്കില്ല, ഭഗവാൻ ഈ ദൂതിന് പോയി വിശ്വരൂപം കാണിക്കുന്നതൊക്കെ മൂലഭാഗത്തിലുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഭാഗവത്തിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഥകളിയൊക്കെ പറയുമ്പോൾ കാണിക്കും, ഭഗവാൻ എല്ലാവർക്കും വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഹസ്തനപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയി യുദ്ധം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ മൂലഭാരതത്തിൽ നമുക്ക് ഭഗവാന്റെ ഒരു പ്രസംഗം കേൾക്കാൻ സാധിക്കും. കൃഷ്ണൻ ധൃതരാഷ്ട്രരോട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന പ്രസംഗം, ഗംഭീരമായിട്ടുള്ള പ്രസംഗം. രാജകൊട്ടാരത്തിന്റെ നടുക്ക്, ആ സദസ്സിന്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഭഗവാന്റെ ഒരു ലെക്ചറിങ് ഉണ്ട്. അവിടെ ധൃതരാഷ്ട്രരോട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ യുദ്ധം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിർത്താം, ഇപ്പൊ അവസാനിപ്പിക്കാം, അതായത് തുടങ്ങാതെ നോക്കാം. അങ്ങേക്ക് ഇപ്പൊ കണ്ണ് കാണാതായിട്ടുള്ളത് ഈ സാധാരണ ചക്ഷുസിന്റെ അന്ധത കൊണ്ടല്ല, അങ്ങയുടെ മനസ്സിൽ പുത്രസ്നേഹത്തിന്റെ അന്ധത വന്നിരിക്കുന്നു. നോക്കൂ, വാക്കുകൾ ഭഗവാൻ പറയുന്നതാണ്. അങ്ങയുടെ മനസ്സിൽ പുത്രനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് അങ്ങേക്ക് ഇപ്പൊ കണ്ണ് കാണാത്ത, അല്ലാണ്ട് പുറമേക്കുള്ള കണ്ണ് മാത്രമല്ല, അകത്തുള്ള കണ്ണും കാണാണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ വേണമെങ്കിൽ അങ്ങേക്ക് അവനെ നിയന്ത്രിക്കാം, വേണമെങ്കിൽ അവനെ പിടിച്ച് തടവിലിട്ടോളൂ എന്നാ പറയാ. ആ തടവിലിട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഭഗവാൻ നിർത്തുന്നില്ല. ആ സെന്റൻസ് എന്താണെന്ന് ഞാൻ ഭഗവാൻ പോയിട്ട് പറയാം. നാരായണ, ഭഗവാൻ ദൂതിന് ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്ന വാക്കുകളാണ്, അങ്ങേക്ക് വേണമെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാം മഹാരാജാവേ, അങ്ങയുടെ കണ്ണുകളിൽ പുത്രശോകത്തിന്റെ, പുത്രസ്നേഹത്തിന്റെ ഒക്കെ അന്ധതയാണ് ഇപ്പൊ ഉള്ളത്, അത് മാറ്റിവെക്കൂ, വേണമെങ്കിൽ പുത്രനെ പിടിച്ച് തുറുങ്കിലിടൂ, എന്നാലും കുഴപ്പമില്ല, അവൻ ജീവനോടെ ഉണ്ടാവുമല്ലോ. അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഈ ഗുരുവായൂരപ്പൻ പറയുന്ന വാക്കുകളാണ്, ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങേക്ക് നാളെ എന്റെ ഗതി വരും. എന്റെ ഗതി, എന്ത് ഗതി? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട അവസ്ഥ വന്ന ആളാണ് ഞാൻ. അത് പറയാനാ പരബ്രഹ്മമായുള്ള കൃഷ്ണനാണോ? ഭഗവാന്റെ ഉള്ളിൽ ആ പെയിൻ ഉണ്ട്, സ്വന്തം അമ്മാവനെ കൊന്നതിന്റെ എന്തൊക്കെയോ തരത്തിൽ. സ്വന്തം എക്സാമ്പിൾ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാരണം അയാളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അയാൾ സംസാരിക്കണേ, അതിന് കൂടുതൽ വീര്യത ഉണ്ടാവും. ഭഗവാൻ സ്വന്തം എക്സാമ്പിൾ അങ്ങനെ വല്ലാതെ എല്ലായിടത്തും പറയാറില്ല, പറഞ്ഞിടത്തൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് സ്വന്തം എക്സാമ്പിൾ വെച്ച് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ യുദ്ധം നിയന്ത്രിക്കാം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്റെ അവസ്ഥ വരുന്ന പറഞ്ഞ ആളാ ഗുരുവായൂരപ്പൻ. ഇപ്പൊ വേണമെങ്കിൽ ദുര്യോധനെ പിടിച്ച് പൂട്ടിയിട്ടോളൂ, മറ്റേ സണ്ണി പറയുന്നുണ്ടല്ലോ പൂട്ടിയിടണം, ഇപ്പൊ വേണമെങ്കിൽ ഇട്ടോളൂ, എന്നാ ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ അവനെ കൊല്ലേണ്ടി വരും, എന്റെ ഗതി നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു കൃഷ്ണനെ നമുക്ക് ഭാരതത്തിൽ കാണാം. എന്നാൽ ഭാഗവത്തിലേക്ക് വന്നാലോ? ഞാനതാ പറഞ്ഞേ, ആ ഒരു ഭാഗത്ത് മാത്രം നിൽക്കരുത്. അപ്പൊ അപ്പുറത്തെ കയ്യിലുള്ള പുസ്തകം നോക്കുക, അവിടെ കൃത്യമായിട്ട് പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭഗവാൻ തന്നെ ഭാഗവതം, ഭഗവാന്റെ പൂർണ്ണാവതാരം തന്നെയാണ്. കുറച്ചുകൂടെ വിഷ്ണുവിനെ, കുറച്ചുകൂടെ ആ പരബ്രഹ്മ രൂപത്തെ ഭഗവാൻ പ്രകടമാക്കിയത് മഹാഭാരതത്തിലല്ല, അത് ഭാഗവത്തിലാണ്. രണ്ടും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരാളെ കൂടുതൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതുപോലെ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ പോലും വ്യാസമഹർഷിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സർവജ്ഞൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തിൽ എല്ലാം അറിയുന്നവൻ എന്ന് വെച്ചാൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയുന്നവൻ. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കേണ്ട പേരാണ് സർവജ്ഞൻ. ഇന്നും സകല ആൾക്കാരെ നമ്മൾ വിളിക്കും സർവജ്ഞനായ അദ്ദേഹം എന്നൊക്കെ. അങ്ങനല്ല, ഭൂതവും ഭാവിയും വർത്തമാനവും അറിയാൻ പറ്റുന്ന ആളായിരുന്നു വ്യാസമഹർഷി. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച പേരാ സർവജ്ഞൻ. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയായിട്ടുള്ള വ്യാസൻ, ഗുരുവായൂരപ്പൻ തന്നെയായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിട്ടുള്ള മഹാഗണപതിയെ കൊണ്ട് എഴുതിപ്പിച്ച ഗ്രന്ഥം, അതായത് ബ്രഹ്മം പറഞ്ഞു കൊടുത്ത് ബ്രഹ്മം കേട്ട് എഴുതിയ ഗ്രന്ഥം, രണ്ടും ബ്രഹ്മം തന്നെ. ഷഡ്മതങ്ങൾ എടുക്കുന്ന സമയത്ത് വൈഷ്ണവ മതമുണ്ട്, ഗാണപത്യ മതമുണ്ട്. നിങ്ങൾക്കറിയാം, വൈഷ്ണവ മതത്തിൽ ഭഗവാൻ നാരായണനാണ് പരബ്രഹ്മം, ഗാണപത്യ മതത്തിൽ ഭഗവാൻ മഹാഗണപതിയാണ് പരബ്രഹ്മം. ഇപ്പൊ നമ്മൾ ഒന്നിനെ അദ്വൈത സിദ്ധാന്തം വെച്ച് കാണുന്ന സമയത്ത് ബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മം എഴുതുന്നു.
ബ്രഹ്മത്തിന് മാത്രമേ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ പറയാൻ പറ്റുള്ളൂ. കണ്ടീഷൻ ഉണ്ടല്ലോ അല്ലെ, ഞാൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തരുത്. ബ്രഹ്മത്തിന് മാത്രമേ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതാനും പറ്റുള്ളൂ. ഇപ്പുറത്തുള്ള കണ്ടീഷൻ ഉണ്ട്, എന്ത്? മനസ്സിലാക്കാതെ ഒരു വരി പോലും എഴുതരുത്. ബ്രഹ്മം പറയുന്നു, ബ്രഹ്മം എഴുതുന്നു. അങ്ങനെയുള്ള മഹാഭാരതം ഒരു ഭാഗത്ത്. അവിടെ ഭക്തി നമുക്ക് പല സന്ദർഭങ്ങളിൽ ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്, പല ആളുകളെയും നമുക്ക് അതിലൂടെ പോവാം. എങ്കിൽ പോലും അതിനു മുമ്പായി ഈ ബ്രഹ്മതത്വം ഗുരുവായൂരിയ്ക്കുന്നുണ്ടല്ലോ, മേൽപ്പത്തൂര് പറയുന്ന ആ ബ്രഹ്മതത്വം, അതിനെ തന്നെ ഭാഗവതം ഒരു ഭാഗത്ത് സത്യത്തിന്റെ രൂപത്തിൽ കാണിക്കുന്നു. നിങ്ങൾക്കറിയാം, ഭാഗവത്തിൽ ആദ്യം തുടങ്ങുന്ന ഭാഗം ബ്രഹ്മസൂത്രത്തിലെ 2-ാമത്തെ ശ്ലോകം, എന്റെ അവസാനം പറയുന്നു സത്യം പരം ധീമഹി. പറയുമ്പോൾ വൈഷ്ണവ ഗ്രന്ഥാണ്, വിഷ്ണുവിനെ കുറിച്ചുള്ള കഥകളാണ്, ഭഗവാന്റെ ദശാവതാരങ്ങളുണ്ട്, ഭഗവാന് വേണ്ടി മാത്രം ദശമസ്കന്ധം മുഴുവനുണ്ട് അല്ലെ. എന്നിട്ട് പോലും കൃഷ്ണം പരം ധീമഹി എന്ന് പറഞ്ഞില്ല ഭാഗവതം. പകരം പറഞ്ഞത് സത്യം പരം ധീമഹി, പരമമായിട്ടുള്ള സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം തുടങ്ങുന്നതും ഭാഗവതം അവസാനിക്കുന്നതും. ഇതൊക്കെ ബ്രഹ്മതത്വത്തിലേക്കുള്ള ബ്രഹ്മവിദ്യയാണ് എന്നാണ് പൊതുവിൽ പറയുന്നത്. വേദങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഉപനിഷത്തിന്റെ ഹെൽപ്പ് എടുത്തു അല്ലെ. പൊതുവിൽ പറയും പ്രഭു സംഹിതകളാണ് വേദങ്ങൾ. യജമാനനെ പോലെ ആജ്ഞാപിക്കും, അത് ചെയ്യ് ഇത് ചെയ്യ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മൾ ചെയ്യില്ല. അപ്പൊ സുഹൃത്ത് സംഹിതകളായിട്ടുള്ള ഉപനിഷത്തുകൾ വന്നു. ഒരു സുഹൃത്ത് പറയുന്നത് പോലെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്തൂടെ, കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആണ്, കുറച്ചുകൂടെ കേൾക്കാം. അപ്പോഴും കേൾക്കാത്ത ആൾക്കാരുണ്ട്. അവരാര് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, ഭാര്യ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. കാന്താ സംഹിതകളാണ് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ. ഭാര്യ ഭർത്താവിന് പറയുന്നത് പോലെ പറഞ്ഞു തരും. ഇതും മനസ്സിലാകാത്തവർ പിന്നെ പറഞ്ഞിട്ട് പതിച്ച് കാര്യമൊന്നുമില്ലെന്നോ. അതിൽ തന്നെ മഹാഭാരതത്തിന്റെ പ്രത്യേകത നോക്കൂ, 5ാമത്തെ വേദമായിട്ട് പോലും കണക്കാക്കപ്പെടുന്നു. പഞ്ചമവേദം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്താണ്? പല ആൾക്കാരും ഇന്ന് എല്ലാ പ്രഭാഷണങ്ങളും ചോദിക്കാറുണ്ട് അല്ലേ നമ്മുടെ അടുത്ത്. ഹിന്ദുവിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? ഒറ്റ ഉത്തരേ ഉള്ളത് വേദമാണ്. വേദത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ കാല് മൂന്നി നിൽക്കുന്നത്. എല്ലാം അതിന്റെ മുകളിലേ ഉള്ളൂ, അതിൽ നിന്നുണ്ടായതേ ഉള്ളൂ ബാക്കിയെല്ലാം. വൈദിക മതം എന്നാ ശരിക്കും ഇതിന്റെ പേര് തന്നെ കേട്ടോ. സനാതനം എന്നുള്ളത് അതിന്റെ വിശേഷണമാണ്. ഇന്നുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും, അത് അതിന്റെ വിശേഷണമാണ്. യഥാർത്ഥത്തിൽ പേര് വേദത്തിലൂന്നിയ മതം, അതുകൊണ്ട് വൈദിക മതം. വേദമാണ് പാരമ്പര്യം. ആ വേദം മനസ്സിലാക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ. അത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതപ്പെട്ടുള്ളതാണ് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എല്ലാം തന്നെ. നമുക്ക് ഏതാണോ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നത് അതെടുത്തോളുക. നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നത് മഹാഭാരതം ആണെങ്കിൽ മഹാഭാരതം എടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് മഹാഭാരതമാണ്. അങ്ങനെയുള്ള ആ മഹാഭാരതത്തിലെ ഭക്തി എവിടെയൊക്കെ കാണാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാരദൻ വ്യാസനോട് പറയുന്നു, അങ്ങ് ബുദ്ധിക്ക് വേണ്ടി മാത്രമല്ലേ എഴുതിയത്, ഭക്തിക്ക് വേണ്ടി എഴുതിയില്ലല്ലോ, അതുകൊണ്ട് ഭാഗവതം എഴുതൂ. അങ്ങനെയല്ല, മഹാഭാരതത്തിലും നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭക്തി കാണാൻ സാധിക്കും. ഭാഗവത്തിലെ പോലെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. ഭഗവാൻ ഭക്തി യോഗം പറയുന്നത് പോലും മഹാഭാരതത്തിലാണ്. ഗീതയിൽ ഭീഷ്മപർവത്തിൽ ഭക്തിയോഗം അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എവിടെ? അത് മഹാഭാരതത്തിലാണ്. ഭാഗവത്തിൽ അത് പല എക്സാമ്പിളുകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തന്മാരെ ഉപയോഗിച്ച് അജാമിളന്റെ പോലെ ആവാതിരിക്കാം, അവസാന ഘട്ടത്തിലാവാം. ധ്രുവന്റെ പോലെ ചെറുപ്പത്തിലെ ആവാം, പ്രഹ്ലാദന്റെ പോലെ ചെറുപ്പത്തിലെ ആവാം, ഗോപികമാരുടെ പോലെ ഒരു യൗവനം പ്രായത്തിലാവാം, കുബ്ജയെ പോലെ ഒരു വാർദ്ധക്യാവസ്ഥയിൽ അല്ലെങ്കിൽ ആ സമയത്താവാം. ഓരോ സമയത്തും ആവേണ്ട ആൾക്കാരുടെ എക്സാമ്പിൾ കാണിച്ചിട്ടാണ് ഭാഗവതം പറയുന്നത്. മഹാഭാരതത്തിൽ കൃത്യമായിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചിട്ട് തന്നെ പറയുന്നു, ഇവരെ പോലെ ആയിക്കോളും. ഇവിടെ ടീച്ചർ കുന്തിയെ പറഞ്ഞു നിർത്തിയതുകൊണ്ട് ഞാൻ കുന്തിയിൽ നിന്ന് തുടങ്ങുന്നു. ഭഗവാന്റെ അച്ഛൻ പെങ്ങളാണ്, ഭഗവാന്റെ ചെറിയമ്മയാണ്. ഭാഗവതത്തിൽ കുന്തി സ്തുതി വിശേഷമാണ്, നിങ്ങൾക്ക് അറിയാം. ഭഗവാനെ കുന്തി മാതാവ് സ്തുതിക്കുന്നത്. ഭഗവാൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുന്നു. ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ അതും കൂടെ ചെയ്തു തരാം. ഭഗവാൻ എന്താ ചെയ്തു കൊടുക്കുന്നത്? നീ ഒന്നും ചെയ്തു കൊടുക്കാൻ ബാക്കിയില്ല. 5 മക്കളെ ജീവനോടെ കൊണ്ടേ കൊടുത്തത് ഒരു അമ്മയ്ക്ക് തന്നെ ഭഗവാന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അവരെ പൊതുങ്ങി പിടിച്ച് സംരക്ഷിച്ചു ഭഗവാൻ. ആ അമ്മയ്ക്ക് കൊടുത്തു, രാജ്യം കൊടുത്തു, ഇന്ദ്രപ്രസ്ഥം, ഹസ്തിനപുരി, സകലതും, ആര്യാവർത്തം മുഴുവൻ കൊടുത്തു. നല്ലൊരു ഭാര്യ അവരെയും കൊടുത്തു, എല്ലാരെയും കൊടുത്തു. എന്നിട്ടും ചോദിക്കുക ഭഗവാൻ എന്താ വേണ്ടത്?
നമ്മളോട് ഗുരുവായൂരപ്പൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, തരൂ കൃഷ്ണ. രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും ആചാര്യന്മാര്. ചില ആൾക്കാർ പറയും ദുഃഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി എന്നാണ്. ഭഗവാനും ഞെട്ടി, ഇതെന്തപ്പം എങ്ങനെ ചോദിക്കണേ? സാധാരണ രീതിയിൽ ആൾക്കാർ ഇതൊന്നും ചോദിച്ച് എനിക്ക് പരിചയമില്ല. ദുഃഖം തരണേ ഭഗവാനെ. ചിദാനന്ദപുരി സ്വാമിയൊക്കെ പറയും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ദുഃഖം ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കുന്തി പ്രാർത്ഥിച്ചത് ദുഃഖം തരണേ എന്നല്ല, ആപത്തുകളെ തരണേ ഭഗവാനെ എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും സങ്കടം ആർക്കും വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ആപത്തുകൾ ഉണ്ടായാൽ നല്ലതാണ്. ഭഗവാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ ചോദിക്കണേ? കണ്ണ് നിറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്നത് സ്വന്തം ഒരു സഹോദരന്റെ മകനാണെന്നുള്ള വ്യാഖ്യാനത്തിലൊന്നും അല്ല കുന്തിയിരിക്കുന്നത്, പരബ്രഹ്മാണ് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ. ഭഗവാനെ പുരുഷ എന്നുള്ള കുന്തി സ്തുതിയിലുണ്ട് ആ ശബ്ദം, പുരുഷ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചു തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് കുന്തി. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എനിക്ക് ആപത്തുകളെ തരണം. എന്തുകൊണ്ട്? ആപത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് ആ ആപത്തുകളെ മാറ്റാൻ ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഓടി വരുമല്ലോ. അവിടെ നിന്ന് ഓടി വന്ന് ഞങ്ങളുടെ ആപത്തുകളെ മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ കാണാലോ, അങ്ങേ തൊടാലോ, അങ്ങോട്ട് സംസാരിക്കാലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങേ മറന്നു പോകാതിരിക്കാനായി ഞങ്ങൾക്ക് ആപത്തുകളെ തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി. പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയായിട്ടുള്ള കുന്തി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തി എപ്പോൾ വരുന്നുണ്ടോ, മഹാഭാരതത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ഭക്തി എന്ന വാക്ക് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ മയിൽപ്പീലി വെച്ച് മഞ്ഞപ്പട്ടുടുത്ത് പീതാംബരം ധരിച്ച് വനമാല ചാർത്തി കയ്യിൽ ഓടക്കോളിൽ പിടിച്ചിരിക്കുന്ന കൃഷ്ണനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. എവിടെയൊക്കെ കുന്തിമാതാവ് കൈകൂപ്പുന്നുണ്ടോ, ഇനി കുറച്ച് കഴിഞ്ഞാൽ കാണാം, എപ്പോ ഭീഷ്മർ കൈകൂപ്പുന്നുണ്ടോ അവിടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത് ബ്രഹ്മസ്വരൂപമായിട്ടുള്ള കൃഷ്ണനാണ്, അല്ലാതെ ദേവകി പെറ്റ കുട്ടിയല്ല. പരബ്രഹ്മത്തെയാണ് ധ്യാനിക്കുന്നത്. അത് വിഷ്ണുവിന്റെ രൂപത്തിൽ അവിടെ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ രൂപത്തിൽ മുമ്പിൽ നിൽക്കുന്നു. ഇതേ സ്തുതി നിങ്ങൾക്ക് ശിവപുരാണം വായിച്ചാൽ അവിടെ മഹാദേവനെ സ്തുതിക്കുന്നത് കാണാം പല ഭാഗത്തും. അവിടെ ബ്രഹ്മം മഹാദേവന്റെ രൂപത്തിൽ നിൽക്കുന്നു. അതിൽ തന്നെ നോക്കൂ, മഹാഭാരതത്തിൽ പലയിടത്തും പലപ്പോഴും എനിക്ക് വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളും തോന്നിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് വിഷ്ണുവിനേക്കാളും ശിവനെയാണല്ലോ പലയിടത്തും. ജയന്ദ്രഥൻ അഭിമന്യുവിനെ വധിക്കുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ ഈ മഹാഭാരതത്തിലെ ഭക്തി പറയുമ്പോൾ അത് കേവലം വിഷ്ണു ഭക്തി മാത്രമായിട്ട് കാണണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉദാഹരണം പറയുന്നതാണ്. ജയന്ദ്രഥനാണ് അഭിമന്യുവിനെ കൊല്ലുന്നതിന് നേതൃത്വം നൽകുന്നത്, ചക്രവ്യൂഹം. എപ്പോഴാണോ അഭിമന്യു മരിച്ചു എന്നുള്ള വാർത്ത അർജുനൻ അറിയുന്നത് അപ്പൊ തന്നെ പ്രതിജ്ഞയാണ്. അർജുനൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പ്രതിജ്ഞ ചെയ്യുന്ന സ്വഭാവം പണ്ടേ ഉണ്ട്, സന്താനഗോപാലം മുതലേ കേൾക്കാം. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ജയന്ദ്രഥനെ വധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്നാണ് പറഞ്ഞത്. വലിയ കയ്യടി കേട്ടു എന്നാണ്, വലിയ കരഘോഷം. അർജുനൻ പുറകിലേക്ക് നോക്കി, സ്വന്തം സൈഡിൽ നിന്ന് കയ്യടിയൊന്നുമില്ല. കൈയടിച്ചത് മൊത്തം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാ. 64 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന കൗരവർ, ധാർത്തരാഷ്ട്രർ കൈയടിച്ചു. എന്തിന്? അർജുനൻ പോയാൽ യുദ്ധം കഴിഞ്ഞു, തീർന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ കഥം തീർന്നു. അർജുനനെ ഏറ്റവും എളുപ്പത്തിൽ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഈ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നാളത്തോടു കൂടി യുദ്ധം തീർക്കാം. പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ജയന്ദ്രഥനെ, അല്ലെ? മുഴുവൻ മഹാരഥന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഭഗവാൻ സുദർശനം കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നു. അസ്തമയമായി എന്ന് കരുതി ജയന്ദ്രഥനെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവിടെ വെച്ച് അർജുനൻ ജയന്ദ്രനെ വധിച്ച് പ്രതിജ്ഞ പാലിക്കുന്നു. ഇതാണ് കഥ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പ്രതിജ്ഞ ചെയ്തിരുന്ന ആൾക്കാർ, ഈ അർജുനെ കൊണ്ട് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. എപ്പോഴും ഈ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ അർജുനൻ. സന്താനഗോപാലത്തിൽ നിങ്ങൾക്ക് കാണാം, അടുത്ത കുട്ടിയെ ജീവനോടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ മരിക്കും അപ്പോഴും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തീച്ചാടും പറഞ്ഞു നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? പിടിക്കാൻ ഭഗവാൻ പുറകിലുണ്ട് എന്നുള്ള ഉറപ്പാണ്. പിടിക്കാൻ ഭഗവാൻ പുറകിലുണ്ട് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതിങ്ങനെ പറയണേ, ഞാൻ ചാവും. ആ ഉറപ്പാണ് ഭക്തി കേട്ടോ. ആ ഉറപ്പ് എന്ന് വെച്ചാൽ നാളെ ചാടണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഉറപ്പ്. എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബോധ്യം വരുന്നോ അതാണ് ഭക്തിയുടെ ആദ്യത്തെ ലക്ഷണം. അപ്പോഴേ നമുക്കൊക്കെ ഭക്തരാണെന്ന് പറയാൻ പറ്റുള്ളൂ.
എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ ഭഗവാൻ ഉണ്ടല്ലോ എന്ന് പറയാൻ സാധിക്കുന്നവർക്കേ ഈ ടൈറ്റിൽ എടുത്ത് അണിയാൻ പറ്റുള്ളൂ. എന്ത്? ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സാർ, ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. 4 വർഷം പഠിച്ചു. അതിൻ്റെ താഴെ ഒപ്പുണ്ട് വൈസ് ചാൻസലറുടെ, പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ ഉറപ്പ് വരുത്തി. ഈ ഭക്തിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതാരാ തരേണ്ടത്? ഭഗവാനാണ് തരേണ്ടത് അല്ലേ? ഞാൻ കൃഷ്ണന്റെ ഭക്തനാണ്, അല്ലെങ്കിൽ ദേവിയുടെ ഭക്തനാണ്, ഹനുമാൻ സ്വാമിയുടെ ഭക്തനാണ് എന്നൊക്കെ എനിക്ക് ക്ലെയിമേ ഉള്ളൂ, എനിക്ക് അവകാശവാദമേ ഉള്ളൂ. അവരാണ് പറയേണ്ടത് വ്യാസൻ ഭക്തനാണ് കേട്ടോ. എനിക്ക് അവകാശപ്പെടുത്താനേ പറ്റുള്ളൂ. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിയിൽ ഒപ്പില്ല. ഒപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയണം, ദാ ഇവൻ എൻ്റെ ഭക്തനാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരെയാണ് നമുക്ക് ഭാഗവതത്തിലും ഭാരതത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നരസിംഹമൂർത്തി ഇരിക്കുന്ന സ്ഥലമാണ്. പ്രഹ്ലാദനെ കോട്ട് ചെയ്യാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, മഹാഭാരതത്തിൽ ഇല്ലെങ്കിൽ പോലും. നീ എൻ്റെ ഭക്തന്മാരുടെ പ്രതിനിധിയാണ് എന്നാണ് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത്. ചോദിക്കും പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട്, ഭഗവാനെ അങ്ങ് ഈ രൂപം ഒന്ന് മാറ്റിക്കൂടെ, പഴയ രീതിയിലേക്ക് വന്നൂടെ? ഒരാൾ വിചാരിച്ചിട്ട് നടക്കില്ലല്ലോ. പ്രഹ്ലാദൻ മടിയിലിരിക്കുമ്പോൾ ഭഗവാൻ തിരിച്ചു വയ്ക്കുന്നു ശാന്തനായിട്ട്, നിനക്ക് എന്ത് വരാണ് വേണ്ടത് ഉണ്ണി? ഒരു വരവും വേണ്ട, പറയുന്നത് അവസാനം എൻ്റെ അച്ഛനെ ശുദ്ധീകരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് പറയും ഭഗവാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, മോക്ഷം തരട്ടെ ഞാനെന്ന് ചോദിക്കും. മോക്ഷം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയും എനിക്ക് വേണ്ട. അതെന്താ? എല്ലാവർക്കും വേണ്ടത് മോക്ഷമല്ലേ ഉണ്ണി, നിനക്കെന്താണ് മോക്ഷം വേണ്ടാത്തത്? പല ആചാര്യന്മാരും വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ എനിക്ക് മോക്ഷം കിട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പാപികളായിട്ടുള്ള ആൾക്കാരോടൊക്കെ വേണ്ടി അങ്ങയോട് ആര് സംസാരിക്കും? ആർക്ക് സാധിക്കും അങ്ങനെ പറയാൻ? ഭഗവാൻ അങ്ങ് എനിക്ക് മോക്ഷം തരികയാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള പാപികൾക്ക് വേണ്ടി അങ്ങയോട് ആര് പരാതി പറയും, ആര് സംസാരിക്കും? അപ്പോഴാണ് പറയുന്നത് നീ എൻ്റെ ഭക്തന്മാരുടെ പ്രതിനിധിയാണ് പ്രഹ്ലാദ. അതാണ് സർട്ടിഫിക്കറ്റ്. ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം, കാത്തിരുന്നുണ്ടായിട്ടുള്ള കുട്ടി മരിക്കുക അല്ലേ, ചെറിയ പ്രായത്തിൽ. അന്നപ്രാശത്തിന്റെ അന്ന് വസ്ത്രം മുഖത്ത് വീണ് ചെറുപ്രായത്തിലുള്ള കുട്ടി മരിച്ചു. ഭക്തി ഉണ്ടെങ്കിലേ, ഭക്തി ജ്ഞാനാണെങ്കിൽ മാത്രമേ എന്ത് പറയാൻ സാധിക്കുള്ളൂ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ വെറും കല്ല് എന്ന് പറയാം, നേരത്തെ പറഞ്ഞ ഭക്തിയാണെങ്കിൽ. അല്ല, ഭക്തി ജ്ഞാനാണെങ്കിൽ എന്ത് പറയാം? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇത് പറയാനുള്ള ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള ഏർപ്പാടല്ല കേട്ടോ, അങ്ങനെ കരുതരുതേ. എല്ലാം ഭഗവാനുണ്ടല്ലോ. വീരന്മാർക്ക് വേണ്ടതാണ് ഭക്തി. ചില്ലറ ധൈര്യം പോരാ എല്ലാത്തിനും ഗുരുവായൂരപ്പനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ. അത് പുറത്തിറങ്ങി നടന്നാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളുടെ ഘോഷയാത്ര ഇങ്ങനെ കാണും. ഏതോ ഒരു സമയത്ത് ഭഗവാനെ നമ്മൾ താഴ്ത്തിടും. അയ്യ ഭഗവാനെ. അവരൊക്കെയാണ് സോ കോൾഡ് ഭക്തർ, അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ഭാഷയിൽ പറയുമ്പോൾ ആരാധകർ എന്ന് പറയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നുണ്ടല്ലോ, എനിക്കത് അവിടെ നേരത്തെ സൂചിപ്പിച്ചു. ചതുർവിധം ഭജന്ത്യോമ, 4 വിധത്തിൽ ആൾക്കാർ എന്നെ ഭജിക്കുന്നുണ്ട്. ഒന്നാമത് ഭജിക്കുന്ന ആൾക്കാർ ആരാ? ദുഃഖിതർ, ആർത്തരാണ്. മഹാഭാരതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദ്രൗപദി ദുഃഖിതയായിട്ടാണ് ഭഗവാനെ ഭജിച്ചത്. സ്വന്തം മാനം പോകുമെന്ന് തോന്നിയ സമയത്ത് പല്ലിന്റെ അടിയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സാരി തന്റെ മുമ്പിൽ കൂടെ അങ്ങനെ കീറി പോകുന്ന സമയത്ത് അപ്പൊ തിരിച്ചറിഞ്ഞു ആര് മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. വിളിച്ചു, എന്ത്? ഗോവിന്ദ ദ്വാരകാവാസിൻ. ഭഗവാൻ വന്ന് വസ്ത്രം കൊടുത്തു. ദുഃഖിതരായിട്ടുള്ള ആർത്തന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഭഗവാൻ തന്നെ പല സമയത്തും ദ്രൗപദിയെ കാണിക്കുന്നത്. ദ്രൗപദി ദുഃഖം തോന്നിയപ്പോൾ ഭഗവാനെ ഉപാസിച്ച ആൾക്കാരാണ്. നമ്മളിൽ പല ആൾക്കാരും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാ. എന്തെങ്കിലും ഒരു വിഷമം വന്നപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു. ആ ഭക്തി മഹാഭാരതത്തിൽ നമുക്ക് ദ്രൗപദിയെ കൊണ്ട് കാണാം. അവിടെയും നോക്കൂ, 2 തരത്തിൽ ഇത് വ്യാഖ്യാനിക്കാം. ദ്രൗപദി ആദ്യം കൈ പിടിച്ചിട്ട് കുറെ നേരം സാരി പിടിച്ചു നിന്നു അല്ലേ, അപ്പോഴും ദുശാസനൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തീരാറായി എന്ന് പറഞ്ഞപ്പോൾ പല്ലിന്റെ ഇടയിൽ കടിച്ചു പിടിച്ചു. രജസ്വലായിരിക്കുന്ന സമയമാണ്. ഒരു പെൺകുട്ടിക്ക് ആ സമയത്ത് എത്ര കണ്ട ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെ സ്വയം മനസ്സിലാക്കാം. പല്ലിന്റെ ഇടയിൽ കടിച്ചു പിടിക്കുമ്പോഴും വലിക്കുക. ഈ കയ്യിൽ പിടിക്കുമ്പോഴും പല്ലിന്റെ ഇടയിൽ പിടിക്കുമ്പോഴും ഒരു വിശ്വാസമുണ്ട്. എന്ത്? എൻ്റെ ഈ കൈകിന്റെ ബലം കൊണ്ട്, എൻ്റെ ഈ പല്ലിന്റെ ബലം കൊണ്ട് എൻ്റെ മാനം സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം. അവിടെ നമ്മൾ ഭഗവാനെ ഓർക്കില്ല. എന്ത്? എൻ്റെ സ്വന്തം കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നടത്തോളാം. ഇത് കീറിപ്പോകുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും നടക്കില്ല. അപ്പോഴാണ് വിളിച്ചത് ഗോവിന്ദ ദ്വാരകാവാസൻ.
മഹാത്മാക്കൾ വിളിക്കുന്നു സമ്പൂർണ്ണ ശരണാഗതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് മനുഷ്യന്. എല്ലാം കൈവിട്ടു പോകുന്ന സമയത്ത് ഇനി ഭഗവാൻ അല്ലാതെ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന സമയം സമ്പൂർണ്ണ ശരണാഗതി. അത് വന്ന ആളാണ് പൂന്താനം, അത് വന്ന ആളാണ് കുറൂരമ്മ, അത് വന്ന ആളാണ് വില്ലുമംഗലം, അത് വന്ന ആളാണ് മഞ്ജുള. എല്ലാവരും അവർക്കൊക്കെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വന്നത് എന്തുകൊണ്ടാ? ഒരു ഉണ്ണി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പുറകിൽ എന്താ അമ്മേ എന്താ അച്ഛാന്ന് ചോദിച്ചു പിന്നാലെ വന്നത് എന്തുകൊണ്ടാ? ഭക്തി ജ്ഞാനമാകുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഭക്തി സ്നേഹം കൂടിയായിരുന്നു. അതും കൂടെ ആയി മാറണം ഇന്നത്തെ കാലഘട്ടത്തിലെ ഭക്തി. പല ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് ഭഗവതിയുടെ അമ്പലങ്ങൾ പൊളിഞ്ഞു കിടക്കാറുണ്ട്. പല നാട്ടിലും പൊളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഒരു തിരി പോലും കത്തിക്കാൻ ആരും ഉണ്ടാവില്ല. ആ നാട്ടുകാരുടെ വിചാരം അവിടെ ഇരിക്കുന്നത് പരാശക്തിയാണല്ലോ, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, സിംഹാസനമുള്ള അമ്മ, മഹാരാജ്ഞിയായിട്ടുള്ള അമ്മ. അമ്മയ്ക്ക് അമ്മയുടെ വീടുണ്ടാക്കാൻ സ്വന്തമായിട്ട് അറിഞ്ഞൂടെ? ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വേണോ? അങ്ങനെയുള്ള അമ്മയ്ക്ക് ഞങ്ങൾ എന്തിനാണ് വീട് പണിയുന്നത്? ഈ ഭക്തി എന്ത് ഭക്തിയാ? സ്നേഹമുള്ള ഭക്തിയല്ല. നേരെ മറിച്ച് ആ കാവിനകത്ത് പൊളിഞ്ഞ വീടിനകത്തിരിക്കുന്നത് എൻ്റെ അമ്മയാണ് എന്നുള്ള വിശ്വാസം വരുമ്പോൾ അവിടെ ഭക്തി എന്തായിട്ട് മാറി? സ്നേഹമായിട്ട് മാറി. നിങ്ങൾക്ക് എപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ കാണാം സുഹൃതികളായിട്ടുള്ള അമ്മമാരെ. ഞാനൊക്കെ തൊഴുതോട് നിൽക്കാറുണ്ട് അവർ പോകുമ്പോൾ. അയ്യോ പൊക്കോട്ടെ, അവരുടെ ദേഹത്ത് എൻ്റെ കൈ തട്ടിയിട്ട് അവർക്ക് വേദനിക്കരുതേ. നമ്മൾ ഗുരുവായൂരപ്പൻ എന്താ കൊടുക്കുക? വെണ്ണ, പാല്, മഞ്ഞപ്പട്ട്, ഓടക്കുഴല്, മയിൽപ്പീലി ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്. പാൽപ്പായസം, അട, അപ്പം. ഇടയ്ക്ക് നമുക്ക് ഗുരുവായൂർ പോയാൽ ചില അമ്മമാരെ കാണാട്ടോ. അവർ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ മയിൽപ്പീലിയും പാൽപ്പായസം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ചിലപ്പോൾ ബലൂൺ ഉണ്ടാവും, ബലൂണുകൾ, നല്ല മനോഹരമായിട്ടുള്ള ബലൂണുകൾ. അവരുടെ കയ്യിൽ ചിലപ്പോൾ പി ഉണ്ടാവും, പി നൂതണ പി. അവരുടെ കയ്യിൽ ചിലപ്പോൾ കാറുകൾ ഉണ്ടാവും, ഇങ്ങനെ ഉരുട്ടി പോണ കാറുകൾ. അകത്തിരിക്കുന്നത് തത്താഭാവി സാക്ഷാൽ പരബ്രഹ്മാണെന്ന് കരുതിയിട്ടല്ല പാവങ്ങൾ പോണത്. അകത്തിരിക്കുന്നത് എൻ്റെ ഉണ്ണി, എൻ്റെ കുട്ടി. ആ വാക്കുണ്ടല്ലോ, അതാണ് ഭഗവാൻ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കുറൂരമ്മയും വില്ലുമംഗലവും പൂന്താനവും എത്ര ഉദയാസ്തമയ പൂജ കഴിച്ചിട്ടാ ഭഗവാൻ അവർക്ക് കിട്ടിയത്? വല്ലതും കഴിച്ചു? ബുക്ക് ചെയ്തു? അഹസ് കഴിച്ചു? ഇല്ല. ഭഗവാനെ സ്നേഹിക്കാൻ പഠിച്ചു. ഭക്തിയെ ജ്ഞാനമാക്കി ഉയർത്തി അതിൻ്റെ ഇടയിലൊന്ന് സ്നേഹിക്കൂടെ ചെയ്തു ഭഗവാൻ. പല ആൾക്കാരും തമാശയൊക്കെ പറയും, എപ്പോഴെങ്കിലും ഗുരുവായൂരപ്പൻ നേരിട്ട് ഗുരുവായൂരിന് മുമ്പിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് ചോദിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഭഗവാനെ ഈ രണ്ട് കൈ എപ്പോഴും ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ വേദനയ്ക്കില്ലേ, താഴ്ത്തിട്ടൂടെ? മഹാദേവൻ പണ്ടൊരു രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഭഗവാനോട് എന്ത് വരാൻ വേണ്ടെന്ന് വെച്ചപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എപ്പോഴും ഈ വലതേ കാലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വേദനയ്ക്കില്ലേ ഭഗവാനെ, ഇടത്തേ കാല് തൂക്കിയിട്ട് നിന്നൂടെ? വേറൊരു മഹർഷി ഉണ്ട്, നമ്മൾ ഇരിക്കുന്നത് കോട്ടയത്താണ്, പറയാതെ പോകുന്നത് ധർമ്മല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കും, നേരത്തെ പോയിട്ട് ശുദ്ധമായിട്ടുള്ള പൂക്കൾ പറിച്ചു കൊടുത്തിട്ട് മഹാദേവനെ പൂജിക്കും. മഹാദേവനെ പൂജിച്ച് അവസാനം മഹാദേവൻ തന്നെ പ്രത്യക്ഷനായി വന്നു. ചോദിച്ചു എന്ത് വരാണ് വേണ്ടത്? നിന്റെ പൂജയൊക്കെ ഗംഭീരമായിട്ടുണ്ട്, ഒന്നും വേണ്ട ഭഗവാൻ, അങ്ങനെയുള്ള ഭക്തി മതി. ഇതാണ് എല്ലാവരും ചോദിക്കുക, ലിസ്റ്റില്ല അവരുടെ അടുത്തൊന്നും. ഭഗവാൻ പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും തരാതെ പോകാൻ എനിക്ക് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. അദ്ദേഹം ചോദിച്ച വരാന്താ? ഭഗവാനെ എൻ്റെ കാലുകൾ പുലിയുടേതുപോലെ ആക്കി തരണേ. എൻ്റെ കാല് പുലിയുടേതുപോലെ ആവണം. എന്തിന്? രാവിലെ ഈ ഷഡ്പദങ്ങളും പൂമ്പാറ്റകളൊക്കെ വന്ന് അങ്ങേക്ക് പൂജിക്കാനുള്ള പൂക്കളിൽ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് ശുദ്ധമായിട്ട് അവയെ പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറണം. ആ മരത്തിന്റെ മുകളിൽ കയറണമെങ്കിൽ എൻ്റെ കാൽപാദങ്ങൾ പുലിയുടേതുപോലെ ആണെങ്കിൽ അതിന്റെ നഖം ഉപയോഗിച്ച് എനിക്ക് എളുപ്പത്തിൽ കയറാലോ, നല്ല പൂക്കൾ പറിച്ചിട്ട് അങ്ങേ പൂജിക്കാലോ. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹിക്കണേ. കൊടുത്തു ഭഗവാൻ വരം, അങ്ങനെ ആയിക്കോളട്ടെ. കാല് പുലിയുടേതുപോലെ. ആ മഹർഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാത്? കോട്ടയത്താണ്. വ്യാഘ്രപാദൻ എന്നാണ് അയാളുടെ പേര്. കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അദ്ദേഹത്തിന്റെ പേര് വ്യാഘ്രപാദൻ എന്നാണ്. അദ്ദേഹം വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, കടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചു. വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് നീ പറയില്ലേ വൈക്കം, ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് ഏറ്റുമാനൂര്, കടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചത് കടുത്തുരുത്തി. വ്യാഘ്രപാദ മഹർഷി എന്താ ഭഗവാനോട് ചോദിച്ചത്? ഭഗവാനെ എൻ്റെ കാല് പുലിയുടേത് പോലെ ആക്കി തരണേ. നോക്കൂ ഭക്തിയുടെ തലം എങ്ങനെയാണ് മാറുന്നതെന്ന്. മഹാഭാരതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഭീഷ്മർ, ഇവിടെ നേരത്തെ ടീച്ചർ ഗംഭീരമായിട്ട് ഭീഷ്മരുടെ ആ പെൺകുട്ടികളെ കൊണ്ടുവരുന്ന രംഗമൊക്കെ വർണ്ണിച്ചു. ഭഗവാൻ ബഹുമാനിച്ചിട്ടുള്ള ഒരാളാണ്. ഭഗവാൻ ബഹുമാനിച്ചു ഭീഷ്മരെ.
പല സമയത്ത് നമുക്കിത് കാണാൻ സാധിക്കും. ഭാഗവത്തിൽ നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൽ ഇപ്പൊ നോക്കൂ, രാജസൂയം വിശദമായിട്ട് ഭാഗവത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും മഹാഭാരതത്തിൽ നടന്നാണല്ലോ. രാജസൂയ സമയത്ത് തെറ്റുണ്ടെങ്കിൽ ആചാര്യന്മാരൊക്കെ എന്നെ ഇത് കഴിഞ്ഞിട്ട് തിരുത്തട്ടെ, ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. ഒരു കത്തയച്ചൊരു വ്യാഖ്യാനം പറയാറുണ്ട് ആചാര്യന്മാർ. യുധിഷ്ഠിരൻ ഭഗവാൻ കത്തയക്കുന്നു. ഭഗവാൻ കത്തയക്കുന്ന കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണത്രേ: ഭഗവാനെ, ഞങ്ങൾ രാജസൂയം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങ് ഇതിന് സ്വമനസ എഴുന്നള്ളി, കുടുംബം എഴുന്നള്ളി ഞങ്ങളുടെ ഈ രാജസൂയം ഗംഭീരമായിട്ട് നടക്കി തരണേ ഭഗവാനെ. കഴിഞ്ഞില്ല, അടുത്ത വാക്കുകൂടി ഉണ്ട്, അതാണ് ഏറ്റവും രസം. അങ്ങയെ അനുകൂലിക്കുന്ന, അങ്ങയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യവും അങ്ങയെ എതിർക്കുന്ന ഈ കൗരവ പക്ഷത്ത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഈ ശാപവും വിഷമവും ഇതൊക്കെ ആൾക്കാർ കാണട്ടെ. അതുകൊണ്ട് ഭഗവാൻ അങ്ങ് വരണം. ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്ന വിഷമതകളും ലോകം കാണട്ടെ എന്നത്ര യുധിഷ്ഠിരൻ പറഞ്ഞത്. ഭഗവാൻ ചിരിച്ചിട്ട് നാരദനോട് പറഞ്ഞത് അങ്ങനെ തന്നെ ആവട്ടെ. രാജസൂയത്തിന് ഭഗവാൻ വരുന്നു. ഗംഭീരമായിട്ട് രാജസൂയം ഭഗവാൻ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നു. അഗ്രപൂജ എന്ന് പറയുന്ന സമയമാവുന്നു. അവിടെ വെച്ച് ആ യാഗശാലയിൽ വെച്ച് ഏറ്റവും ആദരണീയനായിട്ടുള്ള ആളെയാണ് പൂജിക്കേണ്ടത്. ഭീഷ്മരും വിതുരരും നകുലനൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ പലരും പറയുന്നത് ഭഗവാന്റെ പേരാണ്. ഭഗവാനേക്കാൾ ആദരണീയനായിട്ടുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഭഗവാനെ തന്നെ സ്വയം പൂജിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഭാഗവത്തിൽ കുറച്ചുകൂടെ വിശേഷമായിട്ട് പറയും. എന്തായാലും മഹാഭാരതത്തിൽ നടന്നാണല്ലോ. അവിടെ വെച്ച് ഭഗവാനെ പൂജിക്കുന്നു. ഭഗവാന്റെ കാലുകൾ കഴുകുന്നു യുധിഷ്ഠിരൻ. കളഭം ചാർത്തുന്നു. ധൂപം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഈ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ പാദ തീർത്ഥം, ഭഗവാന്റെ കാല് കഴുകിയ വെള്ളം അതെടുത്ത് തളിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു ഘോരം ശബ്ദിച്ചുകൊണ്ട് ഒരാൾ എണീറ്റ് നിന്നിട്ട്, ഇവന്റെ കാല് കഴുകിയ വെള്ളം ഞങ്ങളുടെ ദേഹത്ത് തളിക്കാൻ ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവൻ എന്ത് യോഗ്യതയുണ്ട്? ശിശുപാലൻ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് പലതും. നിങ്ങൾക്കറിയാം, ഭാഗവത്തിലൊക്കെ പല ഗംഭീരമായിട്ട് പറയും. എന്ത് യോഗ്യത അവനുള്ളത്? പഠിച്ചിട്ടുണ്ടോ? കാല് മേയ്ക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. അവിടെ കുറെ ഗോപസ്ത്രീകളുടെ കൂടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനല്ലേ അറിയുള്ളൂ. സ്വന്തം അമ്മാവനെ കൊന്നതാണ് ഇവന്റെ യോഗ്യത. ഞങ്ങളെ പോലുള്ള വീരന്മാരായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ പേടിച്ച് കടലിന്റെ നടുക്ക് ദ്വാരക എന്ന് പറഞ്ഞൊരു പട്ടണം ഉണ്ടാക്കി ഒളിച്ച് താമസിക്കുന്ന ഭീരു, ഇവനെയാണോ പൂജിക്കേണ്ടത്? ഗംഭീരമായിട്ടുള്ള അധിക്ഷേപം 100 തവണ ഭഗവാൻ അധിക്ഷേപിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗവതം വ്യാഖ്യാനമുണ്ട്. 8 വോളിയം. ഭാഗവതം വായിക്കുന്ന ആൾക്കാരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. അതിൽ പലയിടത്തും ശിശുപാലൻ വിളിക്കുന്ന ഈ ചീത്തയൊക്കെ സ്തുതിയായിട്ട് വ്യാഖ്യാനിക്കാറുണ്ടെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായില്ല. ചീത്തയാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചീത്തയെന്ന് തോന്നും, പക്ഷെ പറയുമ്പോൾ സത്യമാണ്, സ്തുതിയാണ്. അങ്ങനെ 100 തവണ ഭഗവാനെ ചീത്ത പറഞ്ഞ 100ാമത്തെ ഭാഗം പറയുമ്പോൾ ദ്രൗപദിയും ഭഗവാനെയും കണക്ട് ചെയ്തിട്ട് ഇല്ലാത്തത് പറയുക ചെയ്യുക. നീയും ദ്രൗപദിയും തമ്മിലുള്ള ബന്ധമൊക്കെ എന്താന്ന് നാട്ടുകാർക്ക് അറിയാന്ന് പറഞ്ഞ് വായിലേക്ക് നാക്കിട്ടില്ല, ചക്രം വന്ന് കഴുത്തറുത്ത് പോയി. യുധിഷ്ഠിരൻ നാരദനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു അത്രേ, കണ്ടില്ലേ, കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നും എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് എന്തും ലോകം കണ്ടില്ലേ. ആ സമയത്ത് ഭഗവാന്റെ ദേഹത്തേക്ക് ശിശുപാലന്റെ ദേഹത്ത് നിന്ന് ഒരു ജ്യോതിസ് വന്ന് ലയിച്ചു എന്നാണ്. തിരിച്ച് നാരദൻ യുധിഷ്ഠിരന് തോന്നിയിട്ട് പറഞ്ഞു അത്രേ, നിങ്ങൾക്ക് ഈ ഒപ്പം നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് കേവലം രാജ്യം, എതിർത്ത ഈ പറയുന്ന ശിശുപാലന് കിട്ടിയത് മോക്ഷം. ഒപ്പം നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നും എതിർത്ത മൂപ്പർക്ക് കിട്ടിയത് എന്തെന്നും ലോകം കാണട്ടെ. അതുകൊണ്ട് ഭക്തി എപ്പോഴും സോഫ്റ്റ് കോർണർ മാത്രമാവണമെന്നില്ല. ഭക്തി എപ്പോഴും സ്നേഹം പ്രകടനം മാത്രമാവുന്നില്ല. നോക്കൂ, എത്ര ആൾക്കാർ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ ഗുരുവായൂരപ്പനെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ, ഗുരുവായൂരപ്പനോട് പിണങ്ങുന്ന ആൾക്കാർ. നാരദ മഹർഷി തന്നെ ഒരിക്കൽ ഭാഗവത്തിൽ യുധിഷ്ഠിരനോട് പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നു യുധിഷ്ഠിര, കുറെ ഭക്തിയുടെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഈ വിദ്വേഷ ഭക്തി കുറച്ചുകൂടെ കേമാണെന്ന് എനിക്കൊരു ധാരണ ഉണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഭഗവാനോടുള്ള വൈര്യം പോലും ഭക്തിയാണ്. ഒരു തരത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാനൊന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. യുധിഷ്ഠിരന്റെ ഒപ്പോസിറ്റ് നിന്നിരുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ, ദുര്യോധനൻ, കർണൻ, ശല്യര്, നിരവധിയായിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ എന്നാ ഭക്തരല്ലേ? അല്ല. അവരൊന്നും ഈ വൈര്യത്തിലൂടെ ഉണ്ടാവേണ്ടത് എന്താ? ഏത് സമയവും സ്മരണ ഉണ്ടാവും. വൈര്യം ഉണ്ടെങ്കിൽ സ്നേഹമുള്ള ആളുടെ മുഖം മനസ്സിലേക്ക് 1 മിനിറ്റിൽ 10 തവണ വരുന്നുണ്ടെങ്കിൽ ശത്രുതയുള്ള ആളുടെ മുഖം 1 മിനിറ്റിൽ 20 തവണ വരും. അയാളോട് കുറച്ചും കൂടെ തോന്നൽ കൂടുതലായിരിക്കും. വൈര്യം കുറച്ചുകൂടെ കണക്റ്റഡ് ആവുന്ന ഒരു ഇമോഷൻ ആണെന്ന് പറയാ. റിവെഞ്ച്, പ്രതികാരം. നോക്കൂ, കംസൻ ഭഗവാൻ 10 വയസ്സുള്ള ഉണ്ണിയായിരുന്നു വധിക്കുന്ന സമയത്ത്. കോലാപീഠത്തിനെ വധിച്ച് ചാടി കയറി നെഞ്ചിൽ ഒറ്റയടിക്ക് തീർന്നു. എന്തുകൊണ്ട്?
യോഗമായാദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ, നീ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് തൊട്ട് തുടങ്ങിയതാ പേടിക്കാൻ, അന്ന് തൊട്ട് തുടങ്ങി സ്മരിക്കാൻ. ഇന്ന് വരുമോ നാളെ വരുമോ, ഇന്ന് വരുമോ നാളെ വരുമോ. ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്, ഊണ് കഴിക്കുന്ന സമയത്ത് ഉരുളയാക്കിയിട്ട് കംസൻ ഉരുള പൊട്ടിച്ച് നോക്കത്രേ, ഇതിനകത്തുണ്ടോ. ലഡ്ഡു കൊടുക്കത്രേ മധുരയിലെ ആൾക്കാർ എന്തെങ്കിലും വിശേഷമാകുമ്പോൾ. കംസൻ ലഡ്ഡു എന്ന് ഉണക്കമുന്തിരിയൊക്കെ എടുത്ത് നോക്കി, ഇതിനകത്തുണ്ടോ. ഏത് നിമിഷവും ഭഗവാനെ കുറിച്ച് സ്മരിച്ച് 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 എപ്പോഴോ മരിച്ചിരുന്നു. ഭഗവാൻ വന്നും തൊട്ടതേ ഉള്ളൂ. ഈ മലയുടെ കറ്റത്ത് പോയി നിൽക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ ഊതുമ്പോൾ അപ്പുറത്തേക്ക് മറന്നു വില്ലേ, അതുപോലെ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവുക, ഏത് തരത്തിലാണെങ്കിലും വേണ്ടില്ല, പക്ഷേ നിർബന്ധമായിട്ടും ആ സ്മരണ മനസ്സിലുണ്ടാവണം. അത് മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ എല്ലാ ഭാഗവത സത്രവേദിയിലും യജ്ഞവേദിയിലും ഒക്കെ തന്നെ രാവിലെ ചൊല്ലാൻ ഒരു വിഷ്ണു സഹസ്രനാമം കിട്ടിയത്. രാജ്യഭാരം ഏൽക്കാൻ പോകുന്ന യുധിഷ്ഠിരന്റെ മനസ്സ് ശാന്തമാവാൻ ഭഗവാൻ സ്വയം ഉപദേശിച്ചിട്ട് പോലും സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കൊണ്ടുപോയി നിർത്തി സാക്ഷാൽ ഭീഷ്മാചാര്യരുടെ മുമ്പിൽ. കിമേകം ദൈവതം ലോകെ കിംവാഭ്യേകം പരായണം. അറിയാം നിങ്ങൾക്ക് ശ്ലോകം അല്ലേ? എന്താണ് വേണ്ടത്? ഈ പാപഭാവനൊക്കെ മാറാൻ, ഈ പാപചിന്തയൊക്കെ മാറാൻ എന്താണ് അവസ്ഥ, എന്താണ് നിവൃത്തിയുള്ളത് പറഞ്ഞു കൊടുത്തു. സഹസ്രനാമങ്ങൾ ജപിക്കൂ, സഹസ്രനാമം ചൊല്ലിയാ മതി. ഏറ്റവും വലിയ കൗൺസിലറാണിതാ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നാളെ ഇവിടെ പങ്കെടുക്കാൻ പോകുന്ന ഏറ്റവും ആദരണീയമായിട്ടുള്ള പത്മനാഭദാസ പത്മശ്രീ ഹർഹൈനസ് സാക്ഷാൽ അശോക് തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കൊട്ടാരത്തിൽ വെച്ചിട്ട് തന്നെ എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്. അവിടെ ഞങ്ങൾ സംസാരിച്ച വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് സംസാരിച്ചു. ആ വീഡിയോ ചില ആളുകളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തമ്പുരാട്ടി എന്നോട് ചോദിച്ചു, വ്യാസൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ടോ? ഉണ്ട്. ഭീഷ്മരാണല്ലോ ഉപദേശിക്കുന്നത് മഹാഭാരതത്തിൽ. അതെ. എന്തിനാണ് വ്യാസൻ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാന ഭാഗത്ത് ഈ ദേവി ചോദിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഉപായം ഉണ്ടോ മഹാദേവ, പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ, പെട്ടെന്ന് ചൊല്ലാൻ? ഞങ്ങൾക്ക് എപ്പോഴും ഈ തിരക്കിന്റെ ഇടയിൽ 1000 നാമങ്ങളൊന്നും ചൊല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഒന്ന് എളുപ്പപ്പണി എന്തെങ്കിലും ഉണ്ടോ, ഷോർട്ട് കട്ട് ഉണ്ടോ? മഹാദേവൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാമേ. അല്ലേ? എന്തുകൊണ്ട് ഈ ശ്രീരാമ രാമ രാമേതി 3 തവണ രാമനാമം പ്രയോഗിച്ചു? ശ്രീരാമ രാമ രാമേതി എന്തിനാ ഈ 3 തവണ? അവിടെ അക്ഷരത്തിന് ഗ്യാപ്പുള്ളതുണ്ടോ? ഒരക്ഷരം, ഒരു കുത്ത്, ഒരു കോമ, ഒരു ശൂന്യ ശബ്ദം പോലും പുരാണ ഗ്രന്ഥങ്ങളിൽ പ്രാവർത്തികമാക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം. എന്തുകൊണ്ട് 3 തവണ രാമശബ്ദം, ബ്രഹ്മശബ്ദമാണ്, രാമശബ്ദം ഉപയോഗിച്ചു എന്ന് തമ്പുരാട്ടി എന്നോട് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ കുറച്ചു കാലമൊക്കെ ആയിട്ട് സഹസ്രനാമൊക്കെ ചൊല്ലാറുണ്ട്. നമ്മൾ എന്തിനാ ചൊല്ലണേ 3 തവണ രാമ? ഒരു തവണ രാമ ചൊല്ലിയാൽ തന്നെ വലിയ പുണ്യല്ലേ വ്യാസൻ, അപ്പൊ 3 തവണ ചൊല്ലാലോ. തമ്പുരാട്ടി പറഞ്ഞെന്ന ഉത്തരം ആ വീഡിയോ എപ്പോഴും കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. തമ്പുരാട്ടി പറഞ്ഞത് കടവയാതി സമ്പ്രദായ പ്രകാരം രാമ എന്ന ശബ്ദത്തിന്റെ അക്കത്തിലുള്ള മൂല്യം 10 എന്നാണ്. മലയാള അക്ഷരങ്ങൾക്ക് തക്കതായിട്ടുള്ള ലെറ്റർ നമ്പേഴ്സ് ഉണ്ട്. അതിൽ രാമ എന്ന ശബ്ദത്തിന് അർത്ഥം 10 എന്നാണ്. അപ്പൊ 3 തവണ രാമ എന്ന് ഉപയോഗിക്കുമ്പോൾ 10 × 10 × 10 10 × 10 100 100 × 10 1000 സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഇതെനിക്ക് പറഞ്ഞത് നാളെ ഇവിടെ വരാൻ പോകുന്ന ആളാ, തമ്പുരാട്ടിയാണ്. അപ്പൊ ആ വിഷ്ണു സഹസ്രനാമം പോലും നമുക്ക് കിട്ടിയത് എവിടുന്ന? അതിനിപ്പോ ഭാഗവതത്തിലേക്ക് വരികയാണെങ്കിൽ ഭീഷ്മസ്തുതി. ഭീഷ്മരെ പോലുള്ള ഭക്തന്മാരാവാൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ ഈ വ്യാഖ്യാനം പറയുമ്പോൾ ഭഗവാൻ ഈ ദൂതിന് പോയി വിശ്വരൂപം കാണിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പോലും ഭീഷ്മർക്ക് കാണാൻ സാധിച്ചു എന്നാണ് ഭഗവാന്റെ രൂപം. കാരണം അദ്ദേഹം മഹാത്മാവായിരുന്നു. അതുകൊണ്ടാണ് യുധിഷ്ഠിരന് ഉപദേശിക്കാൻ സാധിച്ചത്. അദ്ദേഹം ഈ സഹസ്രനാമം ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഗംഭീരമായിട്ടുള്ള ഉപദേശമൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള രാജധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്നു ഇതിനേക്കാളൊക്കെ മഹത്വരാണ് സഹസ്രനാമം. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്, മഹാഭാരതം കിട്ടിയതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തർ ഇനി നോക്കൂ. ഇനിയിപ്പോ എന്തെങ്കിലും ഭഗവാന് വലുപ്പച്ചെറുപ്പുണ്ടോ ഭക്തന്മാർക്കിടയിൽ? അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്. ചില ആൾക്കാരെ മാത്രമേ ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ളൂ, ചില ആൾക്കാരെ ഇഷ്ടമല്ല. ഭഗവാന്റെ പരമഭക്തനായിരുന്നു, ഭഗവാൻ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച ആളായിരുന്നു വിതുരർ. ദാസീപുത്രനാണ് പറയുമ്പോൾ, വ്യാസന്റെ മകനാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ടീച്ചർ ജനനമൊക്കെ എങ്ങനെയായിരുന്നു. അംബികയും അംബാലികയും കഴിഞ്ഞ് ഒരു ദാസിയിൽ നിന്ന് ഭഗവാൻ ഉണ്ടായിട്ടുള്ള കുട്ടി വിതുരർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും അല്ലേ, ഭഗവാൻ ഈ പഴത്തൊലി കഴിച്ച കഥ അല്ലേ. ദൂതിന് പോയി ഭഗവാൻ, ഇത് മഹാഭാരതത്തിലൊന്നും ഇല്ല കേട്ടോ, ഇതുണ്ടോന്ന് എനിക്കറിയില്ല എടുത്തിട്ട്.
ഭഗവാൻ ദൂതിന് പോയ സമയത്ത് ദുര്യോധനൻ പറഞ്ഞത്ര, ഇന്ന് വേണമെങ്കിൽ അങ്ങേക്ക് ഊണ് എൻ്റെ കൂടെ ആവാന്നാ പറഞ്ഞത് ഗുരുവായൂരപ്പനോട്. അങ്ങേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങേക്ക് എൻ്റെ കൂടെ ഊണ് കഴിക്കാന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പൊക്കോട്ടെ വന്നു. ഭഗവാൻ അവിടെ തങ്ങുന്നില്ല. അദ്ദേഹം പോകുന്നത് വിതുരന്റെ വീട്ടിലേക്കാണ്. വിതുരന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് വിതുരൻ അവിടെ ഇല്ല. അതൊരു പ്രക്ഷിപ്തമായുള്ള കഥയാണ്. വിതുരന്റെ ഭാര്യ കോളിംഗ് ബെല്ല് കേട്ട് നോക്കുന്ന സമയത്ത് മയിൽപ്പീലി മഞ്ഞപ്പട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഗുരുവായൂരപ്പനാണ്. വാതിൽ തുറന്നു കൊടുത്തു. ഭക്തിയോടുകൂടി ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. ആട്ടുതട്ടിൽ കൊണ്ടേ ഇരുത്തി ഭഗവാന്റെ കാലുകൾ കഴുകി കൊടുക്കുന്നു. ഭഗവാനെ സ്മരിക്കുന്നു. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നു. ഭഗവാൻ ഈ ഭക്തി കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഭഗവാനും കരയാൻ തുടങ്ങി. ഭഗവാൻ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പുറത്തേക്ക് നാൾ കരഞ്ഞ അപ്പുറത്തും കരയാൻ തുടങ്ങും. അയ്യോ, ഞാൻ ഭഗവാൻ ഒന്നും കഴിക്കാൻ തന്നില്ലല്ലോ, എൻ്റെ ഭഗവാൻ വിശന്നിട്ടല്ലേ വരണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കുറെ പഴമൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് പഴത്തിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കൊടുത്ത് കൊടുക്കുന്നു, താഴത്തോട്ട് ഇടുന്നു, ഭഗവാൻ കഴിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര വിതുരർ എവിടെ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് ഇവിടെ ഗംഭീരമായിട്ടുള്ള കഴിപ്പിക്കല. നോക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് ഈ തോല് പൊളിച്ചിട്ട് പഴം താഴത്തിട്ടിട്ട് പഴത്തോലി എടുത്തിട്ട് ഗുരുവായൂരപ്പനോട് കൊടുത്തിട്ട് കഴിക്കി. എങ്ങനെയാണോ ശബരി കടിച്ച പഴം കൊടുത്തപ്പോൾ ശ്രീരാമസ്വാമി കഴിച്ചത്, അതുപോലെ ഭഗവാൻ കഴിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. ഭഗവാൻ വലിപ്പ ചെറുപ്പില്ല. നോക്കൂ, ഭാഗവതത്തിൽ തന്നെ ഉദ്ധവോപദേശമുണ്ട് ഗംഭീരമായിട്ട്. നിങ്ങൾക്കറിയാം, ഉദ്ധവനെ ഭഗവാൻ സുധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉപദേശിച്ചതിന് ശേഷം ഉദ്ധവനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ബദരിയിലേക്ക് പോകുന്ന സമയത്ത് ഉദ്ധവരെ കാണും. ഉദ്ധവരെ അങ്ങ് വിതുരരെ കാണുമ്പോൾ വിതുരരോട് കൂടി ഇത് പറയണമെന്ന് ഈ പറഞ്ഞു കൊടുത്തൊക്കെ. വിതുരരെ കാണും ഉദ്ധവൻ കാണുന്ന സമയത്ത് വിതുരരോട് ഉദ്ധവൻ തന്നെ പറയുന്നു, ഭഗവാന്റെ സ്വർഗാരോഹണം ഉണ്ടായി, ഭഗവാൻ പോയി. വിതുരർക്ക് തോന്നും, എനിക്കെന്തിനാണ് നീ ഇവിടെ ജീവിച്ചിരുന്നൊരു കാര്യം, ഭഗവാൻ പോയ സ്ഥലത്ത് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാനും പോവാണെന്ന് പറയും. അയ്യോ, അങ്ങനെ ചെയ്യരുത്, അങ്ങേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒപ്പം പറയും, ഭഗവാൻ അങ്ങയോട് പറയാനിത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. വിതുരർ നിന്ന് കരയുക ചെയ്യുക. നോക്കൂ, ഒരാള് കടന്നു പോകുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക ആരെ മാത്രമാണ്? ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ മുഖം സ്മരിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ പോവുക. ഭഗവാന്റെ സ്വതാന്ത്രത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാന്റെ മുഖത്തേക്ക്, ഭഗവാന്റെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം വന്നു, വിതുരരുടെ. നോക്കൂ, അങ്ങനെ ഭഗവാന്റെ മനസ്സിൽ അടയാളപ്പെട്ടവരെ വിളിക്കേണ്ട പേരാണ് ഭക്തൻ. നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഉണ്ടോ എന്നുള്ളതല്ല, ഗുരുവായൂരപ്പന്റെ മനസ്സിൽ നമ്മളുണ്ടോ എന്നുള്ളതാണ് പരിഗണനാ വിഷയം. ഭീഷ്മർ ഭഗവാന്റെ മനസ്സിലുണ്ടായിരുന്നു, വിതുരർ ഭഗവാന്റെ മനസ്സിലുണ്ടായിരുന്നു, ദ്രൗപദി ഭഗവാന്റെ മനസ്സിലുണ്ടായിരുന്നു, അർജുനൻ ഭഗവാന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, ഗാണ്ഡീവം കൊണ്ട് പോലും ദ്വാരകയിലെ സ്ത്രീകളെ രക്ഷിക്കാൻ പറ്റാതെ പോയ അർജുനൻ ഊന്നുവടിയായിട്ടാണ് ഗാണ്ഡീവം കൊണ്ടുവരുന്നത്. ഏത് അർജുനൻ? മഹാഭാരത യുദ്ധം ജയിച്ച, ഗാണ്ഡീവം കൊണ്ട് ജയിച്ച അർജുനൻ വടി കുത്തിപ്പിടിക്കുന്ന പോലെ ഗാണ്ഡീവം കുത്തിപ്പിടിച്ചിട്ടാണ് ഏട്ടനോട് പറയുന്നത്, ഏട്ടാ നമ്മൾ വഞ്ചിക്കപ്പെട്ടു, ഭഗവാൻ പോയി. നമ്മളോട് ആരോടും പറയാതെ ഭഗവാൻ പോയി. ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ സ്വധാമഗമനം. അപ്പോഴാണ് പറയാ, അയ്യോ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്റെ ക്രെഡിറ്റ് കൊണ്ടാണ് നടക്കണത് എന്ന്. ഇതൊക്കെ എന്റെ ക്രെഡിറ്റ്, എന്റെ വീര്യത, എനിക്ക് കിട്ടിയിട്ടുള്ള അസ്ത്രങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് ഇത് നടക്കുന്നത് ഞാൻ വിചാരിച്ചു. എന്റെ പുരുഷത്വം, എന്റെ പൗരുഷം എന്ന് പറയുന്നത് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതല്ലേ എന്ന് അർജുനൻ മനസ്സിലാക്കുന്നത് ഭഗവാൻ പോയിട്ടാ. അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും വ്യാഖ്യാനിക്കാറുണ്ട്, അർജുനനേക്കാൾ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നു അത്ര ദ്രൗപദി. അർജുനനേക്കാൾ ഭഗവാനെ മനസ്സിലാക്കിയിരുന്നത് ദ്രൗപദി എന്നാണ്. അതുകൊണ്ടാണ് ദുർവാസാവ് വന്ന് കഴിക്കാൻ വരുന്ന സമയത്ത് ഒരു ചീരയില കഴിച്ചും മുരിങ്ങയില കഴിച്ചൊക്കെ വിശപ്പ് മാറ്റിയ കഥയൊക്കെ നമ്മൾ പറയാറുള്ളത്. ഓടി വന്നു. ഓരോ സമയത്തും ദ്രൗപദിക്ക് എന്താവശ്യം വരുമ്പോഴും, ഇനിയിപ്പതാ അഭിമന്യുവിന്റെ കുട്ടി ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്നു, ബ്രഹ്മാസ്ത്രം വരുന്നു അശ്വത്ഥാമാവിന്റെ, അവിടെയും ദ്രൗപദിയുടെ പേരക്കുട്ടി, എന്റെ കുട്ടി എന്നുള്ള സങ്കല്പത്തിൽ ഒരു പെരുവലന്റെ രൂപത്തിൽ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ച് രക്ഷിക്കുന്നു. കരിക്കട്ടയായി പോയിട്ട് ഉണ്ണി, ബ്രഹ്മാസ്ത്രത്തിന്റെ ആ താപം കൊണ്ട് കരിക്കട്ടയായി. ഇത്ര കരിക്കട്ടയായിട്ടുള്ള ഈ കുട്ടിയുടെ ഈ പറയുന്ന ശരീരം കൊണ്ടാണ് ദ്രൗപദി ഇന്ദ്രപ്രസ്ഥത്തിന്റെ സദസ്സിലേക്ക് വരുന്നത്. അവിടെ വെച്ചു കൊടുക്കും ഈ ശരീരം. ഇതായിരിക്കുന്നു ആര്യാവർത്തത്തിന്റെ അടുത്ത അവകാശി. നിങ്ങൾ വലിയ മഹാത്മാക്കളല്ലേ, നിങ്ങൾക്ക് വലിയ ദിവ്യാസ്ത്രങ്ങളില്ലേ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളില്ലേ, ജീവിപ്പിക്കൂ എന്നാ പറഞ്ഞത്.
പല ആളുകളും പറഞ്ഞു അത്രയും മഹർഷിമാരൊക്കെ അത്യന്തം ബ്രഹ്മനിഷ്ഠയുള്ള, അത്യന്തം ബ്രഹ്മചര്യം കീപ്പ് ചെയ്തിട്ടുള്ള, സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ തൊട്ടാൽ ഈ കുട്ടി ജീവിക്കും. ഇപ്പൊ ദ്രൗപദി പറഞ്ഞു ബ്രഹ്മചാരികളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ഒന്ന് തൊടുന്നു, അവർ പുറകിലേക്ക് നിന്നതാണ്. അവിടെയാണ് ഭഗവാൻ ഒരു പ്രയാസം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടത്. ഭഗവാൻ ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കും, വിളിച്ചാൽ മാത്രം വരുന്നതാണ് ഗുരുവായൂരപ്പൻ. ജരാസന്ധനായിട്ട് ഭീമൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് 30 ദിവസം ജരാസന്ധന്റെ അടി കൊണ്ടുപോത്രേ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് കിട്ടുക അടി. ഭീമനൊരു ധാരണ ഉണ്ടായിരുന്നു, ജരാസന്ധൻ ഇന്നല്ലെങ്കിൽ നാളെ കൊല്ലാം. 30 ദിവസം തല്ലുകൊണ്ടു. 31ാം ദിവസം പോയി പറഞ്ഞത്രേ, കൃഷ്ണ എനിക്കിനി വയ്യ, ആവശ്യത്തിലധികം ചതവായി, ഇനി അവിടെ പോയി ദ്രൗപദിയെ കൊണ്ടൊന്ന് മസാജൊക്കെ ചെയ്യിച്ചാലേ ഇത് മാറുള്ളൂ, അതുകൊണ്ട് ഇനി എനിക്ക് വയ്യ, ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഭഗവാൻ ഉപായം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ മതി, എന്നാ മരിക്കും. ഇത് ആദ്യത്തെ ദിവസം ചോദിച്ചാൽ മതി, അടി കൊള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 1ാമത്തെ ദിവസം ഭഗവാനോട് ചോദിക്കാം, ഭഗവാൻ എങ്ങനെ കൊല്ലേണ്ടത്, നാ 30 ദിവസം കൊല്ലണല്ലോ. ഇവിടെ 30 ദിവസം അടി കൊണ്ടപ്പോഴാണ് ഭഗവാൻ ഓർമ്മ, എന്നാ പോയി ചോദിച്ചേക്കാം. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ, നമ്മൾ അടി കൊണ്ടിട്ടേ ഭഗവാൻ അടുത്തേക്ക് പോകുള്ളൂ. അടി കിട്ടുന്ന ഉറപ്പായ ഓടില്ല, കിട്ടട്ടെ 2 നോക്കട്ടെ, എന്നെ കൊണ്ട് നടക്കും നോക്കട്ടെ. സംഭവമൊക്കെ നല്ലതാ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് ഉദ്ധരേത് ആത്മനാത്മാനം, നമ്മൾ തന്നെയാണ് നമ്മളെ ഉദ്ധരിക്കേണ്ടത്. പക്ഷേ ആ ഉദ്ധരിക്കുന്ന സമയത്തും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉള്ളത് നല്ലതാ, ഇല്ലെങ്കിൽ അവിടെ ഉള്ള ബോധം ഞാൻ എന്ന ബോധമായി പോകും. മഹാഭാരതത്തിലൊക്കെ നിങ്ങൾ കാണുന്നത് ഞാൻ എന്ന ബോധം നശിച്ചുകൊണ്ടേയിരിക്കുന്നു, ബ്രഹ്മം എന്ന ബോധം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഭഗവാന്റെ വാക്ക്, ഈ ധർമ്മ സംസ്ഥാപനം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഭക്തി സങ്കല്പങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതൊക്കെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ഇതെവിടെ നരസിംഹ ജയന്തി ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു അല്ലേ. ഭഗവാന്റെ ആ ഒരു പ്രതിഷ്ഠയുള്ള മണ്ണാണ് ഇവിടെ. പ്രഹ്ലാദന്റെ പേര് നേരത്തെ ഇവിടെ പറയുകയും ചെയ്തു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ ഭക്തി ജ്ഞാനമാവണം, സ്നേഹമാവണം എന്നൊക്കെ ഗംഭീരമായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഈ ഭക്തിയുടെ അവസാനം ഗുരുവായൂരപ്പനെ കിട്ടും എന്ന് പറഞ്ഞു. ഇത് കിട്ടാനൊരു വഴി വേണ്ടേ? ഭക്തിയിലൂടെ കിട്ടിട്ടോ എങ്ങനെ കിട്ടേണ്ടത് അത് ചോദിക്കുമ്പോൾ ഉത്തരില്ല. ഭക്തി ഉണ്ടായാൽ മതി, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരൂ. അല്ല, ഭക്തി ഉണ്ടായാൽ മതി. കൃത്യമായിട്ടുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇന്ന രീതിയിൽ ഇങ്ങനെ പോയാൽ ഭഗവാനെ കിട്ടും. ഇപ്പൊ ഇവിടെ തൃക്കൊടിത്താനത്ത് എവിടെ നല്ല പാൽപ്പായസം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കട ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ പോയി റൈറ്റിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റിൽ പോയാൽ 3ാമത്തെ കടയിൽ നല്ല പാൽപ്പായസം കിട്ടുമെന്ന് എനിക്ക് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വഴി പോയി അത് കഴിച്ച് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ആളായിരിക്കണം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗസ്സേ ഉള്ളൂ, ചിലപ്പോൾ കിട്ടിട്ടോ. അതുകൊണ്ട് കാര്യമില്ല. ഭക്തിയിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിന്ന് 100 മീറ്റർ, അവിടെ നിന്ന് 200 മീറ്റർ, അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ കിട്ടുന്ന പറഞ്ഞ ആളുണ്ട് നീ നമ്മുടെ നാട്ടിൽ, ഈ മണ്ണിലുണ്ട്. പണ്ട് ചോദിച്ചല്ലോ, മഹാഭാരതത്തിലും ഭാഗവത്തിലൊക്കെ പറയും, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആൾക്ക് ദേവന്മാരോട് പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടവും ഈ അസുരന്മാരോട് എന്തോ ഒരു വൈക്ലഭ്യം ഇല്ലേ നാരദ മഹർഷി എന്ന് ചോദിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. ഇത് തന്നെ പരീക്ഷത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി ചോദിക്കുന്നുണ്ട്. ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷത്തിന് ചോദിക്കുന്നുണ്ട്. ഈ ഭഗവാൻ ഈ ദേവന്മാരുടെ കാര്യം നോക്കൽ മാത്രമാണോ ജോലിയുള്ളൂ? ഭഗവാന്മാരോട് ഈ അസുരന്മാരെന്താ ഭഗവാന്റെ മക്കളല്ലേ? എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് അസുരന്മാരോട് ഒരു വൈമുഖ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു പ്രഹ്ലാദന്റെ കഥ. നമ്മളൊക്കെ ഈ ഗുരുവായൂരപ്പനെ കിട്ടണം എന്ന് പറഞ്ഞു നടക്കണം. നമുക്കൊക്കെ എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടുന്നത് വ്യക്തമായി ഇതാ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന സ്ഥലത്ത് പാൽപ്പായസം ഉണ്ട് എന്ന് പറഞ്ഞെന്ന് ഒരേ ഒരാളെ ഉള്ളൂ. അയാളുടെ പേര് ഭക്ത പ്രഹ്ലാദൻ എന്നാണ്. ഒരു അസുരനെ കൊണ്ട് ഭഗവാൻ പറയിച്ചു എങ്ങനെ എന്നെ കിട്ടുന്നത്. നോക്കൂ ഭഗവാന്റെ മഹത്വം. എങ്ങനെയാണ് എന്നെ കിട്ടുക എന്ന് ഒരു അസുരനെ കൊണ്ട് കൂടി ഭഗവാൻ പറയിപ്പിച്ചു. ഇതും കൂടെ ഈ ഒരു വഴി കൂടി ഉണ്ട്. ഗോപിമാരെ കൊണ്ട് പറയിച്ചു, ധ്രുവനെ കൊണ്ട് പറയിച്ചു, കുറെ പറയിക്കുന്നുണ്ട്. പക്ഷെ പല വഴികൾ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ ഏത് കൂടെ പോയാൽ എന്നെ കിട്ടുന്നു പറഞ്ഞു. നവദാ ഭക്തി ഭാഗവത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗവത്തിലെ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മുമ്പിൽ ശ്ലോകം ചൊല്ലാൻ എനിക്ക് പേടിയാണ് ഇവിടെ തിരുമേനിക്കുള്ള സ്ഥിതിക്ക്. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. 9 വഴികളിലൂടെ 9 കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയാലും ഗുരുവായൂരപ്പനെ കിട്ടും, 9 കൂടെ പോയാലും ഭഗവാനെ കിട്ടും. അതാണ് ഇതിന്റെ മഹത്വം. പണ്ട് പാക്കനാരുടെ ഒരു കഥ പറയും. ഈ അഗ്നിഹോത്രിയുടെ വീട്ടിൽ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അദ്ദേഹം അഗ്നിഹോത്രിയുടെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അന്തർജനം വന്ന് പറഞ്ഞു അത്രേ, തിരുമേനി പൂജയിലാണ്, കാത്തിരിക്കൂ, ഗണപതി പൂജയിലാണെന്നാ പറഞ്ഞത്. അപ്പൊ സമയം പോകാൻ വേണ്ടി പാക്കനാർ എന്തായാലും പുറത്തിരിക്കല്ലേ എന്ന് കരുതി അദ്ദേഹം മുറ്റത്തൊരു കുഴി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത്രേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ അന്തർജനം വന്ന് വീണ്ടും പറഞ്ഞു, സരസ്വതി പൂജ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ അപ്പുറത്തൊരു കുഴി ഉണ്ടാക്കി അവിടെ പോയിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പന്റെ പൂജ കഴിഞ്ഞു, ദുർഗയുടെ പൂജ കഴിഞ്ഞു, മഹാദേവന്റെ പൂജ കഴിഞ്ഞു. ഒരു 10-20 പൂജ കഴിഞ്ഞിട്ടാണ് അവസാനം അഗ്നിഹോത്രി പുറത്ത് വന്ന സമയത്ത് കുടുംബം മൊത്തം, പറമ്പ് മൊത്തം പാക്കനാർ കുഴിച്ചു വെച്ചിട്ടുണ്ട്.
കുഴിയോട് കുഴി. ചോദിച്ചു ഇത്ര എന്തിനാണോ ഇതിങ്ങനെ കുഴിച്ചു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താ, അത് എന്തിനാ എൻ്റെ പറമ്പ് മാത്രം അങ്ങനെ നാശാക്കിയെന്ന് ചോദിച്ചു. അദ്ദേഹം ആ കുഴി കുഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത്രേ, ഈ 100 കുഴി ഓരോ സ്ഥലത്ത് കുഴിക്കണതിന് പകരം ഒറ്റ സ്ഥലത്ത് 100 വട്ടം കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളം കണ്ടുണ്ടാവുമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിക്കാനാണ് പറഞ്ഞത്. അഗ്നിഹോത്രി തിരിച്ചു പറഞ്ഞു അത്രേ, എന്ത് പാക്കനാരെ അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ 100 സ്ഥലത്ത് ഇനി 100 വട്ടം കുത്തിയാലും വെള്ളം കിട്ടോ. അതും ശരിയാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 9 തരത്തിലുള്ള ഭക്തിയുടെ സങ്കല്പങ്ങൾ പ്രഹ്ലാദൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നവതാ ഭക്തി, ശ്രവണം ആദ്യത്തേതാണ്, കേൾക്കുക എന്നുള്ളതാണ്. കേട്ടാ ഗുരുവായൂരപ്പനെ കിട്ടുമോ? കിട്ടും. ഈ മഹാഭാരതത്തിൽ കാണണോ, അല്ലെങ്കിൽ ഭാഗവത്തിലുണ്ടോ? രുക്മിണി നോക്കൂ. ഭഗവാന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടും ഭഗവാന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടും അല്ലല്ലോ രുക്മിണിയെ ഭഗവാനെ കാണുന്നത്. ആദ്യം രഥത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോഴാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയാണെന്ന് അറിയുന്നത്. അതുവരെ കണ്ടിട്ടുണ്ടോ രുക്മിണി? കണ്ടിട്ടേ ഇല്ല ഭഗവാനെ. പക്ഷെ എന്ത് ചെയ്തു? വിദർഭയിലേക്ക് ഭീഷ്മകന്റെ അടുത്തേക്ക് വരുന്ന മഹാത്മാക്കളിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടു. ദ്വാരകയില്, അമ്പാടിയില്, ഗോകുലത്തിൽ ഒരു കൃഷ്ണനുണ്ട്, അദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കേട്ട് 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 രുക്മിണി കൃഷ്ണനായിട്ട് മാറി, ഓട്ടോമാറ്റിക് ആയിട്ട് മാറി. അതുകൊണ്ടാണ് കത്ത് എഴുതിയത്, എന്ത്, എനിക്ക് ഗോപാലനെ മതി, ശിശുപാലനെ വേണ്ട. ഒപ്പം ഒന്നുകൂടെ എഴുതി, ഇത് അവിടെ ഇരിക്കുന്ന നരസിംഹസ്വാമി ഇരിക്കുന്ന സ്ഥലമാണ്. അവസാനം കത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങാകുന്ന സിംഹത്തിന് അർപ്പിക്കപ്പെട്ടുള്ള ഇരയാണ് ഞാൻ. എന്നെ ശിശുപാലൻ എന്ന കുറുക്കൻ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങേക്കാണ് നിന്റെ മാനക്കേട്. അങ്ങാകുന്ന സിംഹത്തിന് കഴിക്കേണ്ട ഞാൻ എന്ന ഇരയെ വെറും കുറുക്കനായിട്ടുള്ള ശിശുപാലൻ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കല്ല, അങ്ങേക്കാണ് അതിന്റെ കുറവ്. ഭഗവാൻ നരസിംഹം കൂടിയാണെന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത് സിംഹമേന്ന്. ആദ്യം ഭുവനസുന്ദര എന്നൊക്കെ വിളിച്ചിട്ടാണല്ലോ തുടങ്ങണേ. അത് കഴിഞ്ഞ് അവസാനം പറയാ അങ്ങ് സിംഹമാണല്ലോ എന്ന്. രുക്മിണി കേട്ട് ശ്രവണത്തിലൂടെ ഭഗവാന് കിട്ടിയ ആളാ. ശ്രവണം ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആചാര്യന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, എവിടെ എന്ത് സത്സംഗങ്ങളെങ്കിലും കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. എന്തിനാ നിങ്ങനെ കേട്ടു കേട്ടു പറയണത്? ഭഗവാൻ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ ചെവിയിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ചെവിയുടെ ഈ 2 ദ്വാരത്തിലൂടെ വേണം ഗുരുവായൂരപ്പൻ്റെ അകത്തേക്ക് കയറാൻ. അതിനെന്ത് വേണം? ഭഗവാനെ കുറിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ ആദ്യത്തെ ഘട്ടത്തിൽ. രണ്ടാമതോ കീർത്തനം, ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. പ്രഹ്ലാദനാണെങ്കിലും ധ്രുവനാണെങ്കിലും ഒക്കെ ചെയ്തത് തന്നെയാണ്. ഈ പാദസേവനം നോക്കൂ, സ്മരണം. ഇപ്പൊ നോക്കൂ, ഒന്ന് സ്മരിച്ചതേ ഉള്ളൂ ദ്രൗപദി 2 സന്ദർഭങ്ങളിലും. വസ്ത്രം അഴിഞ്ഞു പോയപ്പോഴും ദുർവാസാവ് വന്നപ്പോഴും സ്മരണം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷീകരിക്കാൻ ദ്രൗപദിക്ക് സാധിച്ചു. പാദസേവനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. രാജസൂയ സമയത്ത് കയ്യിലുള്ള കലശത്തിലെ വെള്ളം കൊണ്ടാണോ കണ്ണീര് കൊണ്ടാണോ ഗുരുവായൂരപ്പന്റെ കാലുകൾ കഴുകുന്നതെന്ന് മനസ്സിലാക്കാത്തത് യുധിഷ്ഠിര മഹാരാജാവ്. അദ്ദേഹം പാദസേവനത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിച്ചു. അർച്ചനം, ഭഗവാനെ പൂജിച്ചുകൊണ്ട് എത്രയോ ആളുകൾ, രാജസൂയത്തിന് വന്ന മുഴുവൻ മനുഷ്യരും ഭഗവാനെ പൂജിച്ചു, ഭഗവാനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. സഖ്യം, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ സുഹൃത്ത് ബന്ധം, ഭഗവാനുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതിലൂടെ ഭഗവാനെ കിട്ടിയ ആളാണ് അർജുനൻ. പാണ്ഡവർ മുഴുവൻ ഭഗവാന്റെ സെയിം ഏജ് ഏകദേശം ഉള്ളതുകൊണ്ട്, ഈ സമപ്രായമായിട്ടുള്ള ആൾക്കാരോടുള്ള കുറച്ച് അടുപ്പം കൂടുതലുള്ളതുകൊണ്ട് ഭഗവാൻ അർജുനോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു മാത്രം. അങ്ങനെയുള്ള അർജുനന് സഖ്യം കൊണ്ട് കിട്ടി. ആത്മനിവേദനം, തന്നെ ഭഗവാന് കൊടുത്ത് കിട്ടിയ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. നോക്കൂ, ഘടോൽക്കചൻ, ഇരവാൻ, ഇവരുടെ ഒന്നും കഥ നമ്മൾ വലിയ കാര്യമായിട്ട് പറയില്ല. പക്ഷെ അവരൊക്കെ അവരുടെ തന്നെ ജീവിതം ഭഗവാന് കൊടുത്ത ആൾക്കാരാ. എടുത്തോളൂ ഭഗവാനെ. കർണന്റെ കയ്യിലുള്ള ശക്തി എന്ന വേല് കൊണ്ട് അർജുനെ കൊല്ലാൻ വേണ്ടി വെച്ച ആയുധമായിരുന്നു. അതുകൊണ്ട് ഘടോൽക്കചൻ മരിക്കുന്നു. ഭഗവാന്റെ നിർദ്ദേശമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് ഘടോൽക്കചൻ മരിക്കുക എന്നുള്ളത്. സ്വന്തം അച്ഛന് വേണ്ടി ഒരു കാട്ടാള സ്ത്രീയുടെ മകനായിട്ട് പോലും, ഹിഡുംബിയുടെ മകൻ. നിങ്ങൾ മണാലിയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട് ഹിഡുംബി ഭഗവതിക്ക്, ഭീമന്റെ ഭാര്യ. അവർക്ക് സാധിച്ചു. അവർക്ക് ആത്മസമർപ്പണമാണ്, തന്നെ കൊടുത്തു. ഒരു മയൂരധ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥ പറയും. അർജുനൻ ഒരിക്കൽ അശ്വമേധയാഗം നടത്തിയ സമയത്ത് കുതിര അഴിച്ചു വിട്ടു ഉത്തരേ. അങ്ങനെയാണല്ലോ, ഈ കുതിര പോകുന്ന സ്ഥലമൊക്കെ നമ്മുടെ അതിർത്തി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ മയൂരധ്വജ വാഹനൻ എന്ന് പറയുന്ന, അല്ല മയൂരധ്വജൻ എന്ന് പറയുന്ന ഈ രാജാവിന്റെ രാജ്യത്തെത്തിയപ്പോൾ ഈ കുതിരനെ പിടിച്ച് കെട്ടി രാജാവ്. അദ്ദേഹമാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള കൃഷ്ണഭക്തനൊക്കെ ആയിരുന്നു ഈ മയൂരധ്വജൻ. അപ്പൊ അർജുനൻ പറഞ്ഞു, കൃഷ്ണ നമുക്ക് അയാളായിട്ട് യുദ്ധം ചെയ്യണം. ഭഗവാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പരമഭക്തനാണ്, വലിയ സാത്വികനാണ്, അദ്ദേഹം പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായുള്ള കാരണം ഉണ്ടാവും. അപ്പൊ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് മയൂരധ്വജന്റെ വീട്ടിൽ പോകും.
കൊട്ടാരത്തിൽ. മയൂരധ്വജൻ ഗംഭീരമായിട്ട് അവരെയൊക്കെ ആനയിക്കും, വെള്ളവും ഇളനീരും പഴമൊക്കെ കൊടുത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിൽ പറയും, ഞങ്ങളുടെ മകനെ ഒരു പുലി കടിച്ച് പകുതി അയാളുടെ ശരീരത്തിനകത്താണ്, ഈ പുലിയുടെ വായുടെ അകത്താണ് എൻ്റെ പകുതി മകൻ്റെ ജീവൻ, പകുതി പുറത്തേക്കുണ്ട്. തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പകുതി ഭാഗം മനുഷ്യമാംസം കൊടുക്കണം എന്നാണ് നിബന്ധന. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ പകുതി ശരീരം എനിക്ക് തരണം എന്നു. പകുതിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ജീവനോട് എന്തായാലും ഉണ്ടാവില്ല, നമുക്ക് 100% ഉറപ്പാണല്ലോ. സന്തോഷത്തോടു കൂടി പറഞ്ഞു, അത്രേ ഞാൻ എടുക്കാം, എൻ്റെ ജീവൻ എടുത്തോളൂ എന്ന് മയൂരധ്വജൻ. ഭാര്യയും മകനെയും വിളിച്ച് പറഞ്ഞതാ, നിങ്ങൾക്കൊക്കെ വേണ്ടി, ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി എനിക്ക് വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്, ദാനധർമ്മത്തിലൂടെ എൻ്റെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഞാനിതാ പോവുകയാണെന്ന് പറഞ്ഞ് നേരെ ഭഗവാന്റെ കൂടെ പോയി. അർജുനൻ എന്തൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക, അവിടെ കിടത്തി വെട്ടാൻ വേണ്ടി പകുതി ഭാഗത്ത് മാർക്ക് ചെയ്തു. വെട്ടാൻ വേണ്ടി കൈ ഓങ്ങിയ സമയത്ത് രാജാവിൻ്റെ ഇടത്തെ കണ്ണിന്ന് വെള്ളം വന്നു അത്രേ. അപ്പൊ ഭഗവാൻ ഈ കത്തി താഴ്ത്തിട്ടു. ഇങ്ങനെയുള്ള ദാനം എനിക്ക് വേണ്ട, താങ്കൾ പൂർണ്ണ മനസ്സോട് കൂടിയിട്ടല്ല ദാനത്തിന് തയ്യാറായിട്ടുള്ളത്. ഈ കരയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇമോഷൻ ഉണ്ട്, ഇതിന്റെ പാപം ഇനി ഞാൻ അനുഭവിക്കേണ്ടി വരും. പൂർണ്ണ മനസ്സോടാണെങ്കിൽ മാത്രം ഇതിൽ നിന്നാ മതി എന്നാ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞു അത്രേ ഭഗവാനോട്, ഭഗവാനെ എനിക്ക് അതല്ല സങ്കടം, ഈ പകുതി ശരീരം പുലിക്ക് കൊടുക്കും, പകുതി ബാക്കി വേസ്റ്റ് ആയി പോവില്ലേ, അതുകൊണ്ട് എൻ്റെ ഒരു കണ്ണിന്ന് മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ, അത് ആ പകുതി പോയതിൻ്റെ സങ്കടമാണ്, രണ്ടും ഉപയോഗിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ആണ് ആത്മസമർപ്പണം. ഭഗവാനെ തന്നെ എല്ലാം സമർപ്പിക്കുക. അത് നോക്കൂ, ഗോപികമാർ ഒരാളുടെ പേരൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ. സാക്ഷാൽ മഹാബലി. നമ്മളൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം. എവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും മഹാബലിയെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തിന്ന്? സുതലത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു, അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രപദവി കൊടുക്കുന്നു, സ്വയം ഭഗവാൻ തന്നെ കാവലായിട്ട് നിൽക്കുന്നു. എന്ത് സൗഭാഗ്യം കിട്ടണം ഇതിനൊക്കെ. അതായത് നമ്മളെന്താ പറയുക, ചവിട്ടിത്താഴ്ത്തി. നരസിംഹമൂർത്തി ഇരിക്കുന്ന സ്ഥലമാണ്. പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ മകൻ മഹാബലി. പാരമ്പര്യം ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മളെങ്കിലും പറയാതിരിക്കുക. അപ്പം അങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ സദസ്സിൽ സമയം വൈകി, ഊണയിക്കാൻ സമയമായി, നമുക്ക് ഭഗവാനെ ഊണയിക്കാൻ സമയമായി. ഇത്രയും സമയം ഭഗവാനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ പല തെറ്റുകളും ഉണ്ടാവും, പല വൈരുദ്ധ്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ, ഇത്രയും നേരം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധിച്ചതിന് ഗുരുവായൂരപ്പനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രശസ്തമായിട്ടുള്ള ഓട്ടൂരിൻ്റെ ഒരു കവിതയുണ്ട്, സാധാരണ ഭാഗവത സപ്താഹ സമയത്തൊക്കെ തിരുമേനിക്കൊക്കെ അറിയാം. കണ്ണനുണ്ണി മാമുണ്ണണേ എന്നാണ് അതിൻ്റെ വരി. ഭഗവാൻ ഊണ് കഴിക്കട്ടെ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ആ വരി ഒന്ന് ചൊല്ലി പാടുന്നില്ല, വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെയിലു കൊണ്ടു നിൻ പൂടലയ്യോ താളുപോലെ തളരുന്നു, മണ്ണു വാരി കളിച്ചത് മതി കണ്ണനുണ്ണി മാമുണ്ണണേ എന്നാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ പ്രഭാഷണമൊന്നും ഇഷ്ടമായില്ലെങ്കിലും ഹാപ്പി ആയിട്ട് ഊണ് കഴിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഇരുന്നതിന്. താങ്ക് യു.